നമ്മള് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയില് ഫസ്റ്റ് വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ എന്താണ് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്ന് കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിരുന്നു. ഓക്കെ, ഒരു ചെറിയ ഐഡിയ നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ഓരോ എക്സാമ്പിൾസ് പറയുന്നതനുസരിച്ച് നമുക്ക് മനസ്സിലാവും എന്താണ് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്നിട്ട്. അപ്പോൾ അതില് ആദ്യമായിട്ടൊരു കാര്യം നമുക്ക് നോക്കേണ്ടിയിരുന്നത് എന്താണ് ഈതർ എന്നൊരു മെറ്റീരിയൽ അല്ലെങ്കിൽ നമുക്ക് എന്താണ് നമ്മുടെ യൂണിവേഴ്സിൽ. അപ്പോൾ നമ്മളിപ്പോൾ പറയും നമ്മുടെ യൂണിവേഴ്സ് മൊത്തം വാക്യൂം ആണ് അല്ലെങ്കിൽ യൂണിവേഴ്സിൽ എന്തില്ല വേറെ ഒന്നുമില്ല, എംപ്റ്റി സ്പേസ് ആണ് നമ്മൾ പറയും. അപ്പോൾ അതുപോലെ പക്ഷെ മുൻപ് വിചാരിച്ചിരുന്നത് എന്താണ്, ഈ ഒരു യൂണിവേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഈതർ എന്നൊരു മീഡിയം ഫില്ല് ചെയ്തിട്ടുണ്ട് എന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത് അവിടെ അസ്യൂം ചെയ്തിരുന്നത്. അപ്പോൾ നമ്മളെ ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത്, ഇപ്പോൾ ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണെന്ന് അറിയാം. മാക്സ്വെൽസിന്റെ ഇക്വേഷൻ അനുസരിച്ച് ലൈറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണെന്നൊക്കെ നമുക്ക് അറിയായിരുന്നു. പക്ഷേ ഈ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന് പോലും ട്രാവൽ ചെയ്യാൻ ഒരു മീഡിയം ആവശ്യമാണ് എന്നാണ് നമ്മൾ എന്ത് ചെയ്തത് അന്ന് അസ്യൂം ചെയ്തിരുന്നത്. പിന്നീട് അത് തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ഒരു സ്റ്റഡി, ഇപ്പോൾ നമ്മൾക്കറിയാവുന്നത് എന്താണ്, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന് എന്ത് വേണ്ട, മീഡിയം വേണ്ട, മീഡിയം ഇല്ലാതെ തന്നെ അത് സെൽഫ് പ്രൊപ്പഗേറ്റ് ചെയ്ത് വരുന്ന ഒരു വേവ്സ് ആണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് പറഞ്ഞിരുന്നത്. പക്ഷെ അന്നത്തെ സമയത്ത് ഒരു 80സിലൊക്കെ, ഓക്കെ, 80സിലൊക്കെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഈതർ എന്നൊരു മീഡിയം ഇത് ആദ്യം തൊട്ടേ ഉണ്ട്. യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് തൊട്ടേക്ക് ഇതിന്റെ ഒരു ചെറിയ ഐഡിയ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഒരു മീഡിയം ഉണ്ട് അല്ലെങ്കിൽ ഹൈപ്പോത്തറ്റിക്കൽ മീഡിയം ഉണ്ട് എന്നൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് സ്റ്റഡീസ് ഒക്കെ വന്ന സമയത്ത് അല്ലെങ്കിൽ പുതിയൊരു നമ്മുടെ അപ്പാറ്റസ് ഒക്കെ, ഇപ്പോൾ ഇതൊരു മൈക്രോസൺ ഇന്റർഫെറോമീറ്റർ ഇതുപോലത്തെ അപ്പാറ്റസ് വന്ന സമയത്ത് ഇതിനെക്കുറിച്ചുള്ള ഫർദർ സ്റ്റഡീസ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റഡിയാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ള മൈക്കിൾസൺ മോർലെ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മൈക്കിൾസൺ മോർലെ എക്സ്പെരിമെന്റിൽ മെയിൻ ആയിട്ട് വരുന്ന അതിന്റെ ഒരു എക്സ്പെരിമെന്റൽ സെറ്റപ്പ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. നമ്മൾ ഡയഗ്രാം വെച്ച് നോക്കുമ്പോൾ നമ്മൾ എക്സ്പെരിമെന്റൽ സെറ്റപ്പ് ഇത് ഇങ്ങനെയാണ് വരുന്നത്. അതായത് ഒരു സോഴ്സ് കാണും, ലൈറ്റ് സോഴ്സ് കാണും. ആൻഡ് ഇവിടെ നമുക്കൊരു ഗ്ലാസ് പ്ലേറ്റ് കാണും, സെമി സിൽവേർഡ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് പ്ലേറ്റ് ആയിരിക്കും. ദെൻ അതുപോലെ തന്നെ ഒരു മിറർ M1 എന്നൊരു മിറർ ഉണ്ട്. അത് ഈ ഒരു ഗ്ലാസ് പ്ലേറ്റിൽ നിന്നും അറ്റ് എ ഡിസ്റ്റൻസ് ഡിയിൽ പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് പെർപെൻഡിക്കുലർ തന്നെ നിങ്ങൾ എഴുതണം, പെർപെൻഡിക്കുലർ ആയിട്ട് ഇരിപ്പുണ്ട്. ഇനി അതേസമയം ഗ്ലാസ് പ്ലേറ്റിൽ നിന്നും ഡിസ്റ്റൻസ് രണ്ടും ഡി തന്നെയാണ്. മിറർ M2 എന്ത് ചെയ്തിട്ടുണ്ട്, പാരലൽ ലൈറ്റ് സോഴ്സിന് പാരലൽ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ഇരിക്കുന്ന ഗ്ലാസ് പ്ലേറ്റിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതെന്ന് പറയുന്നത് സെമി സിൽവേർഡ് ആയിട്ടുള്ള ഗ്ലാസ് പ്ലേറ്റ് ആണ്. അത് പകുതി അതിന് ട്രാൻസ്മിറ്റ് ചെയ്യാനും പറ്റും, പകുതി റിഫ്ലക്ട് ചെയ്യാനും പറ്റും. അതായത് സാധാരണ ഒരു ഗ്ലാസ് പ്ലേറ്റ്, ഒരു ഗ്ലാസ്സിൽ നമ്മൾ നോക്കുമ്പോൾ എന്താണ് നമ്മുടെ മുഖം കാണും. അപ്പോൾ അതൊരിക്കലും എന്ത് ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അതിന്റെ ഇടയിൽ കൂടി നമുക്ക് അപ്പുറത്തോട്ട് കടന്നു പോകില്ല, അവിടെ അത് നിൽക്കും. കാരണം അതിന്റെ ബാക്കിൽ നമ്മൾ സിൽവർ നൈട്രേറ്റ് പോലത്തെ സൊല്യൂഷൻസ് പേസ്റ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, നമുക്ക് ആ ഒരു റിഫ്ലക്ഷൻ എന്ന പ്രോപ്പർട്ടി അതിന് കൊടുക്കുന്നത്. അപ്പോൾ പക്ഷേ ഇതിലെന്താണ് സെമി സിൽവേർഡ്, പകുതി മാത്രം, ഹാഫ് സിൽവേർഡ് ആണ്. അത്രയും കോൺസെൻട്രേഷൻ കുറച്ചാണ് ചെയ്തിരിക്കുന്നത്. സോ കുറച്ച് റിഫ്ലക്റ്റും ചെയ്യും, കുറച്ച് ട്രാൻസ്മിറ്റും ചെയ്യും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ പോയിട്ട് വരുന്ന ലൈറ്റ് റേസിൽ നമുക്ക് ഇവിടെ ഒരു പാത്ത് ഡിഫറൻസ് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഒരു ഇന്റർഫറൻസ് ഫ്രിഞ്ചസ് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ ഒരു ഇന്റർഫറൻസ് ഫ്രിഞ്ചസ് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഈതർ എന്നൊരു മീഡിയം അവിടെ ഉണ്ട് എന്ന് തെളിയിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മളൊരു എക്സ്പെരിമെന്റ് ചെയ്യുന്നതിന് മുമ്പേ സയന്റിസ്റ്റുമാർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്, ഇവരെല്ലാം എന്ത് ചെയ്യും, ആ ഇക്വേഷൻ വെച്ചൊന്ന് തെളിയിക്കും. ഓക്കെ, ആദ്യം ഇക്വേഷൻ വഴി അങ്ങനെ വന്നാൽ ഇങ്ങനെ വരും എന്നൊക്കെ രീതിയിലൊന്ന് പറഞ്ഞിട്ട് എന്ത് ഇക്വേഷൻ വഴി ഒന്ന് പ്രൂവ് ചെയ്ത് വെക്കും. അതിനുശേഷം ഒരു എക്സ്പെരിമെന്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്ന എല്ലാം ഇതിന്റെ എക്സ്പെരിമെന്റൽ സെറ്റപ്പ് എന്ന് പറഞ്ഞ് പഠിക്കുന്ന എല്ലാം എന്താണ്, ഇതിന്റെ ഒരു തിയറി ഡിറൈവ് ചെയ്ത സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത കുറച്ച് കൺസെപ്റ്റുകളാണ്. ഓക്കെ, അതായത് ഇക്വേഷൻ ഡിറൈവ് ചെയ്തപ്പോൾ ഇതിനിങ്ങനെയൊക്കെ റിസൾട്ടുകൾ വരാം. ഓക്കെ, അങ്ങനെയൊക്കെ വരാം എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രഡിക്ഷൻ ആണ് പറയുന്നത്. ലാസ്റ്റ് മാത്രമേ നമ്മൾ ഇതിന്റെ റിസൾട്ട് പറയുള്ളൂ. ഓക്കെ, അപ്പോൾ റിസൾട്ട് പറയുന്ന സമയത്ത് നമുക്ക് എന്താ റിസൾട്ട് ലാസ്റ്റ് ആ ഒരു സമയത്ത് നോക്കാം. പിന്നെ ഒരു കാര്യം പറയേണ്ടത്, ഇപ്പോഴത്തെ നമ്മുടെ ഈ ഒരു അസംപ്ഷൻ വെച്ചുകൊണ്ട് നമ്മൾ ഈതർ എന്നൊരു മീഡിയം ഉണ്ട് എന്ന് തെളിയിക്കാൻ പോവുകയാണ്. അപ്പോൾ ആ ഒരു അസംപ്ഷൻ വെച്ചുകൊണ്ട് ഞാൻ ഈ നോട്ട്സിൽ ഇപ്പോൾ ഈ ഒരു ഡോട്ടഡ് ലൈൻസ് കൊണ്ട് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, നോട്ട്സ് ഞാൻ സെൻഡ് ചെയ്യുമ്പോൾ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും, അത് പെൻസിലിട്ടാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഡോട്ടഡ് ലൈൻസ് കൊണ്ട് മൊത്തം കാണിച്ചിട്ടുണ്ട്. അത് കാണിച്ചിരിക്കുന്നത് നമ്മൾ ഈ ഒരു സെറ്റപ്പ് കംപ്ലീറ്റ് ചെയ്യുന്നതാണ് ഒരു ഈതർ മീഡിയത്തിലാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പാറ്റസ് ഇരിക്കുന്നത് നമ്മുടെ എർത്തിലാണ്. ഓക്കെ, എർത്തിലാണ് നമ്മൾ സെറ്റപ്പ്, ഇപ്പോൾ ലബോറട്ടറി സെറ്റപ്പ് നമുക്ക് എർത്തിലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. എർത്തിലിരിക്കുന്ന ലബോറട്ടറി സെറ്റപ്പാണ്. പക്ഷേ ഈ അപ്പാറ്റസ് കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന എർത്തിലാണെങ്കിൽ നമുക്ക് എന്തുണ്ട്, നമ്മുടെ ചുറ്റും എയർ ഉണ്ട്. ഓക്കെ, എയർ മോളിക്യൂൾസ് ഉണ്ട് അല്ലെങ്കിൽ എയർസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതുപോലെ നമ്മൾ ഈ അസംപ്ഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത്, ഇപ്പോൾ ഈ അപ്പാരറ്റസ് ഇരിക്കുന്ന എർത്ത് നിൽക്കുന്ന ആ ഒരു സ്ഥലത്ത് മൊത്തം എന്താണ്, ഈതർ എന്നൊരു മീഡിയം. ഓക്കെ, ഈതർ എന്നൊരു മീഡിയം ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് വ്യാപിച്ചിരിക്കുവാണെന്ന് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, അസ്യൂം ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിൽ ഒരു കാര്യം കൂടി അറിഞ്ഞിരിക്കണം, ഈതർ മീഡിയത്തിൽ കൂടി നമുക്ക് നമ്മുടെ എർത്ത് എന്ത് ചെയ്യുകയാണ്, സണ്ണിന് ചുറ്റും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എർത്തിന് മൂവ്മെന്റ് ഉണ്ട്, വി വെലോസിറ്റിയിലാണ് എന്ത് ചെയ്യുന്നത്, എർത്ത് മൂവ് ചെയ്യുന്നത്. ഓക്കെ, എർത്ത് വി വെലോസിറ്റിയിലാണ് എന്ത് ചെയ്യുന്നത്, മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഈതർ മീഡിയം എന്ത് ചെയ്തു, സ്റ്റേഷനറി ആയിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. ഓക്കെ, ഈതർ മീഡിയം സ്റ്റേഷനറി നിൽക്കുന്നു. അത് രണ്ട് അസംഷൻ എടുക്കാം. ഒന്നുകിൽ എർത്ത് സ്റ്റേഷനറി ആയിട്ട് എടുക്കാം, ഈതർ മീഡിയം മൂവ് ചെയ്യുന്നു എന്ന് പറയാം.
അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഈതർ മീഡിയം സ്റ്റേഷനറി ആണ്, എർത്ത് മൂവ് ചെയ്തു എന്ന് പറയാം. പക്ഷെ അതിൽ നമുക്ക് ഏറ്റവും കറക്റ്റ് ആയിട്ട് വരുന്ന എർത്ത് മൂവ് ചെയ്യുന്നതാണ്. കാരണം എർത്ത് സണ്ണിന് ചുറ്റും മൂവ് ചെയ്യുന്നുവെന്ന് ഈ ഒരു എക്സ്പെരിമെന്റ് നടത്തുന്നതിന് മുൻപേ തന്നെ കെപ്ലർ ഒക്കെ സയന്റിസ്റ്റ് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും ഈ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എർത്ത് സ്റ്റേഷനറി ആയിട്ട് ഒരിക്കലും എടുക്കാൻ പറ്റില്ല. കാരണം എർത്തിൽ എന്തുണ്ട്, എപ്പോഴും മോഷൻ ഉണ്ട്. ഓക്കെ. അതുകൊണ്ട് എർത്ത് മൂവ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈതർ മീഡിയം എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റേഷനറി ആയിട്ട് അവിടെ നിൽക്കുന്നു നമ്മൾ അവിടെ പറയുന്നു. ഓക്കെ. അപ്പോൾ ഒരു കാര്യം, അപ്പൊ നമ്മൾ ഹോൾ അപ്പാരറ്റസിനെ മൂവ് ചെയ്താലും ഈതർ അവിടെ സ്റ്റേഷനറി ആണ്. അതുകൊണ്ട് ലൈറ്റ് എന്തിൽ കൂടി മാത്രമേ മൂവ് ചെയ്യുള്ളൂ, ഈതർ മീഡിയത്തിൽ കൂടി മാത്രമേ മൂവ് ചെയ്യുള്ളൂ. ഇപ്പോഴത്തെ നമ്മൾ ഈ ഒരു എക്സ്പെരിമെന്റൽ സെറ്റപ്പ് പ്രകാരം ഓക്കെ, ഈതർ മീഡിയത്തിൽ കൂടി മാത്രമേ ലൈറ്റ് മൂവ് ചെയ്യുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് വെച്ചേക്കുക. ആൻഡ് സ്പീഡ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, സി തന്നെയാണ്. ഓക്കെ. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി നമ്മളൊരു ഫിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഒരു ഈതർ മീഡിയം കംപ്ലീറ്റ്. ഇപ്പൊ നമ്മള് ഒരു അപ്പാരറ്റസ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയും എന്താണ്, എയർ അതിന് ചുറ്റും ഉണ്ട് എന്ന് പറയും. ഓക്കെ. അപ്പൊ അതുപോലെ എന്ത് ചെയ്യുന്നു, മൊത്തത്തിൽ ഒരു ഈതർ മീഡിയം ഉണ്ട് എന്നുള്ള അസംഷനാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഇതിന്റെ ഒരു എക്സ്പെരിമെന്റൽ ഡെമോൺസ്ട്രേഷൻ നോക്കാം. ഇതിൽ നമുക്ക് ഉണ്ടോ, ഇവിടെ മിറർ ഉണ്ട്, ഹാഫ് റിഫ്ലക്റ്റീവ് മിറർ ഉണ്ട്. ആൻഡ് ഇതാണ് നമ്മുടെ ഒരു ഡിറ്റക്ടർ എന്ന് പറയാം. ഓക്കെ. ഡിറ്റക്ടർ അല്ലെങ്കിൽ ടെലസ്കോപ്പ്. ഒന്നുകിൽ ഡിറ്റക്ടർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ടെലസ്കോപ്പ് കൂടി യൂസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഈ ഒരു അപ്പാരറ്റസിൽ ഇത് ലൈറ്റ് സോഴ്സ്, ഹാഫ് സിൽവേർഡ് മിറർ, മിറർ M1 ആൻഡ് മിറർ M2 ആൻഡ് ഡിറ്റക്ടർ ഓർ ടെലസ്കോപ്പ്. ഇത്രയാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഇവിടെ വരുന്ന അപ്പാരറ്റസ് എന്ന് പറയുന്നത്. ആൻഡ് ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പൊ നോർമലി നമ്മളിപ്പോൾ ഒരു ലൈറ്റിനെ എന്ത് ചെയ്യുകയാണ്, ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് വിടും. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണ് ലൈറ്റ് നമ്മളിങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് വിടുന്നുണ്ട്. അപ്പോൾ ലൈറ്റ് പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകുമ്പോൾ നേരെ തട്ടിയിട്ട് എന്ത് ചെയ്യണം, തട്ടി ഇവിടെ തിരിച്ചു വന്നതിന് ശേഷം കണ്ടോ, തട്ടി തിരിച്ചു വരുന്നുണ്ട്. തിരിച്ചു വന്നിട്ട് ഇവിടെ എന്ത് ഫോം ചെയ്യണം, ഒരു ഇന്റർഫറൻസ് പാറ്റേൺസ് ഫോം ചെയ്യണം. ഓക്കെ. അപ്പൊ ഇന്റർഫറൻസ് പാറ്റേൺസ് ഫോം ചെയ്യണത് വരെ ഒരു കുഴപ്പമില്ല, പാറ്റേൺസ് എന്തായാലും ഇവിടെ ഫോം ചെയ്യും. ഓക്കെ. അപ്പോൾ അവിടെ നമുക്ക് എന്ത് കിട്ടും, ഒരു ഫ്രിഞ്ച് കിട്ടും. ഓക്കെ. നമുക്ക് ഇന്റർഫറൻസ് പാറ്റേൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ ഫ്രിഞ്ചസിന് ഓൾട്ടർനേറ്റ് ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ബാൻഡ്സ് നമ്മൾ ഫ്രിഞ്ചസ് എന്ന് പറഞ്ഞ ഫ്രിഞ്ചസ് നമുക്ക് അവിടെ എന്ത് ചെയ്യും, അവിടെ നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഫ്രിഞ്ചസ് ഒബ്സർവ് ചെയ്യുന്നവരെ നമുക്ക് നോർമലി നമുക്ക് സാധാരണ രീതിയിൽ നടക്കുന്ന എക്സ്പെരിമെന്റ് തന്നെയാണ്. ഓക്കെ. നമ്മളവിടെ ഫ്രിഞ്ചസ് ഫോം ചെയ്യുന്നു. ഈ ഫ്രിഞ്ചസ് ഫോം ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആ ഒരു ഫ്രിഞ്ചസിനെ അവിടെ റെക്കോർഡ് ചെയ്യും. ഓക്കെ. റെക്കോർഡ് ചെയ്തിട്ട് അടുത്ത സ്റ്റെപ്പിൽ ഇതിപ്പോൾ നമുക്ക് എന്താണ് ആ ഒരു ഇന്റർഫറൻസ് എന്ന ഈ ഒരു വീഡിയോ കാണിക്കുന്നത്. ഇപ്പോൾ ട്രഫും പീക്സും കാണുമല്ലോ ലൈറ്റ് റേസിന്. അപ്പോൾ അത് ഒരേപോലത്തെ ട്രഫും വന്ന് കോയിൻസൈഡ് ചെയ്യണമെങ്കിൽ അവിടെ നമുക്ക് മാക്സിമം ഇന്റൻസിറ്റി വരും. ഇനി ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നതെങ്കിൽ ഒന്നിന്റെ ട്രഫും മറ്റൊന്നിന്റെ ക്രസ്റ്റും ആണ് ജോയിൻ ചെയ്യുന്നത്, അവിടെ എന്ത് സംഭവിക്കും, അവിടെ നമുക്ക് മിനിമം ഇന്റൻസിറ്റി ആയിരിക്കും വരുന്നത്. അവിടെ നമുക്ക് ഡാർക്ക് ബാൻഡ്സും കിട്ടും. ഓക്കെ. ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇന്റർഫറൻസ് ഫ്രിഞ്ചസ് വരുന്നത്. ഇനി ഇപ്പൊ നമ്മൾ ഇതിൽ ഈ ഒരു ബ്ലൂ കളർ ലൈനിൽ കാണിച്ചിരിക്കുന്ന ഇതാണ് എന്ത്, അവിടുത്തെ ഈതർ മീഡിയം. ഓക്കെ. അപ്പോൾ ഇതിൽ നമുക്ക് ഒന്നുകിൽ നമ്മൾ ഈ അപ്പാരറ്റസ് ഇങ്ങനെ മൂവ് ചെയ്യുവാണ്. ഓക്കെ. അപ്പാരറ്റസിനെ മൂവ് ചെയ്യുന്ന സമയത്ത് ഇവിടെ സ്ട്രെയിറ്റ് ലൈനിൽ പോവേണ്ടിയിരുന്ന ഈ ഒരു ലൈറ്റ് റേസിന് എന്ത് സംഭവിക്കും, സ്ട്രെയിറ്റ് ലൈനിൽ പോകുന്ന ലൈറ്റ് റേസ് അല്പം ഒന്ന് ബെൻഡ് ചെയ്യേണ്ട റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ഈതർ മീഡിയം മൂവ് ചെയ്യുന്നു. അപ്പോൾ ഈതർ മീഡിയത്തിൽ കൂടി മാത്രമേ ലൈറ്റ് മൂവ് ചെയ്യുന്നുള്ളൂ നമ്മളിപ്പോൾ അസ്യൂം ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, ഈതർ മീഡിയം ഇങ്ങനെ മൂവ് ചെയ്ത് പോകുന്നതിന്റെ കൂടെ തന്നെ ഈ ലൈറ്റും കൂടി എന്ത് ചെയ്യും, പതിയെ പതിയെ ബെൻഡ് ചെയ്ത് അങ്ങ് മൂവ് ചെയ്ത് പോകും. ഓക്കെ. അപ്പോൾ അതിൽ നോർമലി സ്ട്രെയിറ്റ് ലൈനിൽ പോകാൻ ഇപ്പോൾ ഈ ലൈനിൽ നോക്കിയാൽ മനസ്സിലാവും, കണ്ടോ, സ്ട്രെയിറ്റ് ലൈനിൽ ഇങ്ങനെ പോവേണ്ടിയിരുന്ന ആ ഒരു ലൈറ്റ് റേ ആണ് ഈ ഒരു മീഡിയം മൂവ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഈതർ എന്ന് പറയുന്ന ഈതർ മീഡിയം മൂവ് ചെയ്യുക മീൻസ് ആ ഒരു അസംഷൻ കറക്റ്റ് എടുക്കുക. ഈതർ മീഡിയം സ്റ്റേഷൻ നിൽക്കുന്നു, എർത്താണ് റൊട്ടേറ്റ് ചെയ്യുന്നത് വെച്ചുകൊണ്ടാൽ മതി. ഓക്കെ. എർത്താണ് മൂവ് ചെയ്തത്. അപ്പോൾ ആ ലൈറ്റും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ലൈറ്റും കൂടി അവിടെ ഇതിന്റെ കൂടെ അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ അങ്ങനെ പോലും ഒരു ബെൻഡിങ് അവിടെ സംഭവിക്കുന്നു. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഒരു അഡീഷണൽ പാത്ത് ഡിഫറൻസ് ഫോം ചെയ്യും. ഓക്കെ. ഇങ്ങനെ കണ്ടോ, ഒരു പാത്ത് സ്ട്രെയിറ്റ് ലൈനിൽ വരേണ്ടിയിരുന്നതാണ്, എന്ത് സംഭവിച്ചു, ഒരു പാത്ത് ഡിഫറൻസ് ഫോം ചെയ്തു. അപ്പൊ ഈ പാത്ത് ഡിഫറൻസ് ഫോം ചെയ്യുമ്പോൾ ഇവിടെ ഒരു പാത്ത് ഡിഫറൻസ് ഫോം ചെയ്യുന്നുണ്ട്. ഈ പാത്ത് ഡിഫറൻസ് ഫോം ചെയ്യുന്ന സമയത്ത് നമുക്ക് ആദ്യം കിട്ടിയ ഫ്രിഞ്ച് എന്ന് പറയുന്നത് ദേ ഇത്ര ഇങ്ങനെയുള്ള ഫ്രിഞ്ചസാ കിട്ടിയത്. ഒന്നാമത്തെ പ്രാവശ്യം എപ്പോഴാണ് നമുക്ക് ഈ എർത്തൊക്കെ നമ്മൾ മൂവ് ചെയ്യുന്നത്, അപ്പാരറ്റസ് മൂവ് ചെയ്യാതെ വെറുതെ സ്റ്റേഷനറി ആയിട്ട് വെച്ചിരുന്ന സമയത്ത് നമുക്ക് കിട്ടിയ ഒരു ഫ്രിഞ്ച്. നമ്മൾക്ക് അസംഷൻ ആണ്, തിയററ്റിക്കലി ഉള്ള അസംഷൻസ് ആണ്, എക്സ്പെരിമെന്റൽ അല്ല ഇത് പറയുന്നത്, തിയററ്റിക്കൽ ആണ്. അപ്പോൾ ഇവിടെ ഒന്നാമത് കിട്ടിയ ഡിറ്റക്ടർ 1 അല്ലെങ്കിൽ നമുക്ക് ഒന്നാമത്തെ പ്രാവശ്യം നമ്മൾ ചെയ്തപ്പോൾ കിട്ടിയ D1 എന്ന റിസൾട്ടാണ് ഈ ഒരു റിസൾട്ട്. ഇനി അടുത്ത് നമ്മൾ ഈ ഒരു മീഡിയം എല്ലാം മൂവ് ചെയ്യുന്നുണ്ട്. മൂവ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു D2 എന്നൊരു റിസൾട്ട് വരും. ഓക്കെ. D2 എന്ന റിസൾട്ട്. അപ്പോൾ ഈ ഒരു റിസൾട്ടിൽ ഉണ്ടാവുന്ന ഈ ഒരു ഫ്രിഞ്ചസ് നമ്മൾ എന്ത് ചെയ്യും, അവിടെ അനലൈസ് ചെയ്യും. അപ്പോൾ ഇത് ശരിക്കും അവിടെ ഒരു ഈതർ എന്നൊരു മീഡിയം ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, ഈ 2 ഫ്രിഞ്ചസ് നമ്മൾ ചെറിയൊരു ഷിഫ്റ്റ് നമുക്ക് കാണണം. ഓക്കെ. ആദ്യം കിട്ടിയ ഫ്രിഞ്ച് ആയിരിക്കില്ല നമുക്ക് എന്ത് ചെയ്യും, രണ്ടാമത് കിട്ടേണ്ടത്. കാരണം ആ മീഡിയം മൂവ് ചെയ്ത് ലൈറ്റ് റേസ് ബെൻഡ് ചെയ്ത് ആ ഒരു സമയത്ത് പാത്ത് ഡിഫറൻസ് വരുന്നുണ്ട്. പാത്ത് ഡിഫറൻസ് വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് അവിടെ ഒരു ഷിഫ്റ്റ് കാണാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഈ ഷിഫ്റ്റ് കാണാൻ പറ്റും എന്ന് വരെയുള്ള ഒരു തിയറിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനകത്ത് ആദ്യം നമ്മൾ
ഡെറൈവ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ എക്സ്പെരിമെന്റൽ സെറ്റപ്പ് എല്ലാം ഈ ഒരു രീതിക്കാണ് വരുന്നത്. ഇതിനെയാണ് നമ്മൾ ആ ഒരു ഈതർ മീഡിയം മൂവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്യുന്നെന്ന് പറഞ്ഞു? ഇവിടെ നമുക്ക് ഒരു ബെൻഡിങ് സംഭവിക്കാം. ഓക്കെ. ബെൻഡിങ് സംഭവിക്കാം എന്ന് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിന്റെ ടൈം പീരീഡിന്റെയും ബാക്കിയുടെ ബേസിസ് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഡെറിവേഷൻ ചെയ്യാനായിട്ട് വരും. ഇവിടെ നോക്കുക. ഇപ്പോൾ ഇതില് ഈ ഒരു ഫിഗർ ആണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എടുക്കേണ്ടത് ദാറ്റ് ഈസ് ദ വെലോസിറ്റി ഓഫ് ദ അപ്പാരറ്റസ്. അപ്പോൾ വെലോസിറ്റി ഓഫ് ദ അല്ലെങ്കിൽ അപ്പാരറ്റസ് മൂവ് ചെയ്യുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് എർത്തിന്റെ വെലോസിറ്റിയാണ്. കാരണം എർത്തിനും പുറത്താണ് എന്ത് ചെയ്യുന്നത്? ഈതർ മീഡിയം അല്ലെങ്കിൽ എർത്ത് കംപ്ലീറ്റ് ആയിട്ട് നിൽക്കുന്നതാണ് ഈ ഒരു ഈതർ മീഡിയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മീഡിയം ട്രാവൽ ചെയ്യുന്ന വെലോസിറ്റി, മീഡിയം ട്രാവൽ ചെയ്യുന്ന വെലോസിറ്റി മീൻസ് എർത്ത് മൂവ് ചെയ്യുന്ന വെലോസിറ്റി അങ്ങനെ എടുത്താലും മതി. ഓക്കെ. അപ്പോൾ അതിൽ എന്ത് ചെയ്യാം? നമുക്കതിനെ വി വെലോസിറ്റി എന്ന് എടുക്കാം. ഓക്കെ. വി ആണ് അവിടുത്തെ വെലോസിറ്റി. ഇനി റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ദ ലൈറ്റ് ട്രാവലിംഗ് ടുവേഴ്സ് M2. അതായത് വെലോസിറ്റി ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് സി ആണ്. ഓക്കെ. സി ആണ് ലൈറ്റിന്റെ വെലോസിറ്റി. പക്ഷെ നമ്മൾ പറഞ്ഞു ഒരു കാര്യം, എന്ത് ചെയ്യുന്നുണ്ട്? ഇതിങ്ങനെ മൂവ് ചെയ്യുവാണ്. അല്ലെങ്കിൽ ഈ ഒരു മീഡിയത്തിൽ കൂടി നമ്മുടെ എർത്ത് ഇങ്ങനെ മൂവ് ചെയ്യുന്നു. അപ്പോൾ മൂവ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ടുവേഴ്സ് ദ M2 അല്ലെങ്കിൽ M2ലോട്ട് മൂവ് ചെയ്യുന്ന വെലോസിറ്റി നമുക്ക് എന്തെന്ന് എടുക്കാം? M2ലോട്ട് മൂവ് ചെയ്യുന്ന വെലോസിറ്റി, അതായത് നമുക്ക് അറിയാം ലൈറ്റിന് ഒരു വെലോസിറ്റി ഉണ്ട്. കൂടെ അഡീഷണൽ ആയിട്ട് എന്ത് ചെയ്യുന്നു? കൂടെ അവിടെ നമുക്കൊരു വി വെലോസിറ്റി, നമ്മുടെ എർത്തിന്റെ വെലോസിറ്റി ഉണ്ട്. ഓക്കെ. അപ്പോൾ നമുക്കിപ്പോൾ 2 വെലോസിറ്റീസ് ഇങ്ങനെ വരുമ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ നിങ്ങൾ കണക്കുകൾ ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനൊക്കെ പ്രോബ്ലം സോൾവ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതായത് ഒരു ഫ്ലോയിങ് റിവറിൽ, ഓക്കെ, ഒരു ഫ്ലോയിങ് റിവറിൽ ഒരു ബോട്ട് പോകുന്നു. അപ്പോൾ ബോട്ടിന്റെ വേഗത അല്ലെങ്കിൽ ഒഴുക്കിനനുസരിച്ച് ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ ബോട്ടിന്റെ വേഗത എത്ര, തിരിച്ചു വരുമ്പോൾ വേഗത എത്ര, ഇത്രയും നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ടുവേഴ്സ് ദ M2 അല്ലെങ്കിൽ ഈ ഒരു ഡയറക്ഷനിലോട്ടാണ് മൂവ് ചെയ്യുന്നത്. നമ്മൾ അവിടുത്തെ വെലോസിറ്റി എന്ത് എടുക്കും? സി മൈനസ് വി എന്ന് എടുക്കും. ഓക്കെ. സി മൈനസ് വി, കാരണം ഇങ്ങോട്ടാണ് ആ മീഡിയം മൂവ് ചെയ്യുന്നത്. ആൻഡ് അപ്പോൾ അവിടുത്തെ വെലോസിറ്റി എന്തെടുക്കും? സി മൈനസ് വി എന്നെടുക്കും. ഇനി തിരിച്ചുള്ള ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ വെലോസിറ്റി നമ്മൾ എന്തെടുക്കും? സി പ്ലസ് വി എന്നെടുക്കും. ഓക്കെ. ഇപ്പോൾ ഒന്നും മനസ്സിലായിട്ടില്ലെങ്കിലും സി പ്ലസ് വി, സി മൈനസ് വി, രണ്ട് ഡയറക്ഷനിലോട്ടുള്ള വെലോസിറ്റീസ് ആണെന്ന് മാത്രം എടുത്തു വെച്ചിരുന്നാലും മതി. ഓക്കെ. അപ്പോൾ ഇതാണ് നമുക്ക് അവിടെ കിട്ടുന്ന രണ്ട് വെലോസിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ടുവേഴ്സ് M2 is C minus V and coming back from M2. ഇത് മനസ്സിലായോ? ആദ്യം നമുക്ക് പെർപെൻഡിക്കുലർ കമ്പോണൻസ് നമ്മൾ എടുക്കുന്നില്ല. നമ്മൾ ഈ പാരലൽ ആയിരിക്കുന്ന M2 മിറർ മാത്രമേ നോക്കുന്നുള്ളൂ. ഓക്കെ. കണ്ടോ? ഇവിടെ ലൈറ്റ് വീഴുന്നു, തട്ടുന്നു, ഇവിടെ കയറുന്നു, ഇവിടെ നേരെ എന്ത് ചെയ്യുന്നു? M2 മിററിൽ അവിടെ എത്തുന്നു, എന്നിട്ട് തിരിച്ചു പോകുന്നു. ഓക്കെ. അപ്പോൾ അത്ര മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. ഈ ഒരു കേസ് നമ്മൾ അവിടെ ഇപ്പോൾ കൺസിഡർ ചെയ്യുന്നില്ല. കാരണം ഇതിപ്പോൾ ഒരു മീഡിയം മൂവ് ചെയ്താലും M2ന് എന്തില്ല? ഒരു മാറ്റമില്ല. കാരണം M2 എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ട്രെയിറ്റ് ലൈനിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരിക്കലും ഡീവിയേഷൻ വരത്തില്ല. വെലോസിറ്റീസിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ഡീവിയേഷൻ വരുന്നുള്ളൂ. ഓക്കെ. ഡയറക്ഷനിലൊന്നും അവിടെ അല്ലെങ്കിൽ പാത്ത് ഡിഫറൻസ് ഒന്നും വരുന്നില്ല. ആ ഒരു വെലോസിറ്റി മാത്രം. അതാണ് നമ്മളവിടെ വെലോസിറ്റി സി മൈനസ് വി എന്നും സി പ്ലസ് വി എന്നും എന്ത് ചെയ്തിരിക്കുന്നത്? അവിടെ നമ്മൾ എടുത്തിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഒന്നാമത്തെ കാര്യമായിട്ടുണ്ട് അങ്ങനെ. ഇനി നമുക്ക് വെലോസിറ്റി ആയിട്ടുണ്ട്. വെലോസിറ്റി സി പ്ലസ് വി എന്നും സി മൈനസ് വി എന്നും ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ടൈമായിട്ട് റിലേറ്റ് ചെയ്യണം. ഓക്കെ. അപ്പോൾ ടൈമായിട്ട് റിലേറ്റ് ചെയ്യാൻ സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഓക്കെ. സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എന്ന് എടുക്കാം. ഓക്കെ. ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എന്ന് എടുക്കാം. അപ്പോൾ ഡിസ്റ്റൻസ് എത്രയാണ്? നമുക്കറിയാം നമ്മൾ അവിടെ ഡിസ്റ്റൻസ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്താൽ വെച്ചിരിക്കുന്നത്. രണ്ടിൻ്റെയും ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ജി മുതൽ M1 വരെയുള്ള ഡിസ്റ്റൻസും ജി മുതൽ M2 വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? ഡി ആണ്. ഓക്കെ. സ്മോൾ ഡി ഉണ്ട്. ആ ഒരു ലെങ്ത് ആണ് നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കേസിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഡിസ്റ്റൻസ് ദാറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ഡി ഈസ് ഈക്വൽ ടു സ്മോൾ ഡി ആണ്. ഓക്കെ. സ്മോൾ ഡി. അപ്പോൾ ടൈം ടേക്കൺ ഫ്രം ദ ലൈറ്റ് ടുവേഴ്സ് M2, അതായത് M2ലോട്ട്, ഇതാണ് M2 മിറർ, M2ലോട്ട് ലൈറ്റിന് പോകാൻ എടുത്ത സമയം. ഓക്കെ. ടൈം ടേക്കൺ ഫോർ ലൈറ്റ് ടുവേഴ്സ് M2 ഈസ് ഡി ബൈ സി മൈനസ് വി. ഓക്കെ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഇങ്ങോട്ട് വരുന്നതിന്റെ വെലോസിറ്റി എത്രയാണ്? ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ വെലോസിറ്റി സി മൈനസ് വി ആയിരിക്കും. തിരിച്ചു പോകുന്ന സമയത്തുള്ള വെലോസിറ്റിയാണ് സി പ്ലസ് വി എന്ന് പറയുന്നത്. ഓക്കെ. സി പ്ലസ് വി. അപ്പോൾ അങ്ങനെ എടുത്തപ്പോൾ നമുക്ക് M2 ടുവേഴ്സ് M2ലോട്ട് വരുന്നത് നമുക്ക് എന്ത് കിട്ടി? M2 ഈസ് ഈക്വൽ ടു ഡി ബൈ സി മൈനസ് വി എന്ന് കിട്ടി. ഇനി ടൈം ടേക്കൺ ടു ട്രാവൽ ബാക്ക് ഫ്രം M2. അപ്പോൾ ഇവിടെ വന്ന് മിററിൽ തട്ടിയതിന് ശേഷം ലൈറ്റിന് എന്ത് ചെയ്യണം? ഇത് റിഫ്ലക്റ്റീവ് മിററാണ്. നോർമലി ഉള്ള കറക്റ്റ് കോൺസെൻട്രേഷൻ സിൽവർ നൈട്രേറ്റ് ഇതിലുള്ള റിഫ്ലക്റ്റീവ് മിററാണ്. 100% റിഫ്ലക്റ്റീവ് മിററാണ്. അപ്പോൾ അത് നേരെ ഇവിടെ വന്ന് തട്ടുന്നുണ്ട്. ലൈറ്റ് ഇങ്ങനെ വന്ന് തട്ടുന്നുണ്ട്. തട്ടി എന്ത് ചെയ്യും? തിരിച്ചു പോകും. ഓക്കെ. ഇങ്ങനെ തിരിച്ചു പോകണം. അപ്പോൾ ഇങ്ങോട്ട് വരുന്നതാണ് സി മൈനസ് വി, തിരിച്ചു പോകുന്നതാണ് സി പ്ലസ് വി. ഓക്കെ. സി പ്ലസ് വി എന്ന് പറയുന്നത്. അങ്ങനെ തിരിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു വെലോസിറ്റി നമ്മളിവിടെ എടുത്തിട്ടുണ്ട് സി മൈനസ് വി എന്ന്. ഓക്കെ. ദാറ്റ് ഇസ് ടൈം ടേക്കൺ ഫ്രം ലൈറ്റ് ടുവേഴ്സ് M2 ആൻഡ് ബാക്ക് ഫ്രം M2. ഓക്കെ. M2 നിന്ന് തിരിച്ചു പോകുന്നത് എന്താണ്? ഡി ബൈ സി പ്ലസ് വി എന്ന് എടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ലൈറ്റ് റേസ് ഇവിടെ ഇതിപ്പോൾ മിറർ ഇരിക്കുവാണ്. ഇവിടെ സ്റ്റാർട്ട് ചെയ്തു, തിരിച്ചിങ്ങനെ പോയി. ഓക്കെ. അപ്പോൾ ടോട്ടൽ ടൈം പീരീഡ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇത് രണ്ടും ആഡ് ചെയ്യണം. ഓക്കെ. ഇപ്പോൾ നമ്മൾ എ എന്ന് പറയുന്ന ഒരാള്
ബിയിലോട്ടെത്തി. ഓക്കെ. എ ഒരു പ്ലേസിൽ നിന്ന് ബിയിലോട്ടെത്തി. അപ്പോൾ ടോട്ടൽ എത്ര ട്രാവൽ ചെയ്തു, അല്ലെങ്കിൽ എത്ര ടൈമിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ പറയും? ഇങ്ങോട്ട് വരാൻ വേണ്ടി നമുക്ക് 10 മിനിറ്റ് എടുത്തു. തിരിച്ച് അവിടുന്ന് വരാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്തു? 10 മിനിറ്റ് എടുത്തു. ടോട്ടലി നമ്മൾ എന്താ എടുത്തത്? 20 മിനിറ്റാണ് എന്ത് ചെയ്തത്? ട്രാവൽ ചെയ്തത്. അപ്പോൾ അതുപോലെ തന്നെ ലൈറ്റിന്റെ കേസിലും. ഓക്കെ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് വരാനെടുത്ത ടൈം എന്ന് പറയുന്നത് ഇത് ഏതൊക്കെ മനസ്സിലാക്കിയത് M2ന്റെ കേസാണ് കേട്ടോ. M2ന്റെ കേസ്. അപ്പോൾ അത് നമുക്ക് കിട്ടുന്നത് that is t is equal to d by c minus v plus d by c plus v. ഓക്കെ. അപ്പോൾ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? LCM എടുത്ത് സോൾവ് ചെയ്യാം. സോൾവ് ചെയ്യുമ്പോൾ ഈ c പ്ലസ് വി ഇങ്ങോട്ട് വരും, ഇൻറ്റു ഡി വരും, c മൈനസ് വി ഇൻറ്റു ഡി വരും. ഓക്കെ. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അതിനെ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. c മൈനസ് വി ഇൻറ്റു c പ്ലസ് വി. അപ്പോൾ a മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി, അല്ലെങ്കിൽ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്നാണ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ആ ഒരു ഫോമിൽ നമ്മളിവിടെ മാറ്റി എഴുതിയിട്ടുണ്ട്. ആൻഡ് അകത്ത് എന്ത് ചെയ്യുക? മുകളിൽ എന്ത് ചെയ്യുക? എക്സ്പാൻഷൻ കൊടുക്കുക. എക്സ്പാൻഷൻ കൊടുക്കുമ്പോൾ d ഇൻറ്റു c പ്ലസ് വി പ്ലസ് d ഇൻറ്റു c മൈനസ് വി എന്ന് കിട്ടും. ഓക്കെ. ഡിവൈഡ് ബൈ c സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. വീണ്ടും അതിനകത്ത് ആ ഡി ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ആ ഡി ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഡി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡി സി പ്ലസ് ഡി വി പ്ലസ് ഡി സി മൈനസ് ഡി വി എന്ന് കിട്ടും. അപ്പോൾ ഡി വി നമുക്ക് ക്യാൻസൽ ചെയ്യാം, കാരണം പ്ലസും മൈനസും വന്നിരിക്കുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യാൻസൽ ചെയ്യാൻ പറ്റും. ബാക്കി വരുന്ന ഡി സി പ്ലസ് ഡി സി ആണ്. ഡി സി പ്ലസ് ഡി സി എന്തായിരിക്കും? 2DC ആയിരിക്കും. ഓക്കെ. എ പ്ലസ് എ 2A അല്ലേ? അപ്പോൾ അതുപോലെ ഡി സി പ്ലസ് ഡി സി എന്ന് പറയുന്നത് എന്തായിരിക്കും? 2DC ആയിരിക്കും നമുക്ക് വരുന്നത്. ആൻഡ് അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അതിൻ്റെ കൂടെ നമ്മൾ അവിടെ ആ ഒരു സി സ്ക്വയർ ബൈ വി സ്ക്വയർ കൂടി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റെപ്പിൽ നിന്നും ഇവിടെ കണ്ടോ സി സ്ക്വയർ മൈനസ് വി സ്ക്വയറാണ് കിടക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ഒരു സി സ്ക്വയർ പുറത്തെടുക്കുന്നു. ഓക്കെ. അപ്പോൾ സി സ്ക്വയർ മൈനസ് വി സ്ക്വയർ എനിക്ക് അവിടെ ഉണ്ട്. സി സ്ക്വയർ മൈനസ് വി സ്ക്വയർ. ഇതിൽ ഞാൻ ഒരു സി സ്ക്വയർ പുറത്തെടുക്കുമ്പോൾ എങ്ങനെ കിട്ടും എനിക്ക്? സി സ്ക്വയർ ഇൻറ്റു 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ. വി സ്ക്വയർ ബൈ സി സ്ക്വയർ. അകത്തോട്ട് സി സ്ക്വയർ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കൂ. കറക്റ്റ് ഇത് തന്നെ കിട്ടും തിരിച്ച്. കാരണം സി സ്ക്വയർ ഇവിടെ അകത്തോട്ട് വരുന്ന സമയത്ത് സി സ്ക്വയർ ആവും. മൈനസ് സി സ്ക്വയർ വി സ്ക്വയർ ബൈ സി സ്ക്വയർ വരും. അപ്പോൾ സി സ്ക്വയർ ക്യാൻസൽ ആവും. വീണ്ടും നമുക്ക് എന്താ കിട്ടുന്നത്? ആ ഈ ഒരു ടേം തന്നെ നമുക്ക് അവിടെ കിട്ടും. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു? ആ സി സ്ക്വയർ അങ്ങ് പുറത്തെടുത്തു. പുറത്തെടുത്ത് വേറൊന്നുമല്ല, എനിക്ക് അവിടെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യണം. അതിനെ ഒന്ന് 1 മൈനസ് എക്സ് എക്സ്പാൻഷൻ ഉണ്ട്. അതായത് 1 മൈനസ് എക്സ് ഹോൾ റൈസ് ടു മൈനസ് 1 ഒക്കെ എക്സ്പാൻഷൻ ഉണ്ട്. സീരീസ് എക്സ്പാൻഷൻസ് ഉണ്ട് സ്റ്റാൻഡേർഡ് ഫോമിൽ. അപ്പോൾ ആ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് എനിക്ക് അവിടെ എന്ത് ചെയ്യണം? എക്സ്പാൻഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുക? സി സ്ക്വയറിനെ പുറത്തെടുത്തത്. അപ്പോൾ സി സ്ക്വയർ പുറത്ത് വന്ന സമയത്ത് നോക്കുമ്പോൾ മുകളിൽ ഒരു സി ഉണ്ട്, താഴെ ഒരു സി സ്ക്വയറും ആണ്. അപ്പോൾ സി ഇൻറ്റു സി. അപ്പോൾ ഒരു സി എന്ത് ചെയ്യാം? നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ബാക്കി വരുന്നത് 2D ഡിവൈഡ് ബൈ സി ഇൻറ്റു 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ. ഓക്കെ. വി സ്ക്വയർ ബൈ സി സ്ക്വയർ കിട്ടും. ആൻഡ് ഈ ടേമിനെ മാത്രം, ഓക്കെ, ഇവിടെ കിടക്കുന്ന ഈ ഒരു ടേമാണ് താഴത്തെ. ഈ ടേമിനെ മാത്രം ഞാൻ മുകളിലോട്ട് കൊണ്ടുവന്നു. ഓക്കെ. അപ്പോൾ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന 1 ആണ്. റെസിപ്രോക്കൽ മുകളിലോട്ട് കൊണ്ടുവരുമ്പോൾ എന്തായിട്ട് മാറും? ഹോൾ റൈസ് ടു -1 എന്നായിട്ട് മാറും. ഓക്കെ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇപ്പോൾ കിടക്കുന്നത് 1 മൈനസ് എക്സ് ഹോൾ റൈസ് ടു -1 എന്ന ഫോമാണ്. ഓക്കെ. അപ്പോൾ 1 ഫാക്ടോറിയൽ ബൈ ആ രീതിക്ക് എന്ത് ചെയ്യും? നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് പോകുന്ന സമയത്ത് നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് എക്സ്പാൻഷൻ വരുമ്പോഴും ഈ സി എന്ന് പറയുന്നത് ഒരു ലാർജ് നമ്പറാണ്. 3 × 10⁸ എന്ന് പറയുന്ന ഒരു നമ്പറാണ് നമുക്കറിയാം സ്പീഡ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ എക്സ്പാൻഷൻ ഒരുപാട് സീരീസിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തീരെയും ചെറിയ ചെറിയ വാല്യൂസ് ആയിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു? ഇതിന്റെ ഹയർ ടേംസ് എല്ലാം ഞാൻ അവിടെ നെഗ്ലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ. എക്സ്പാൻഡിങ് ആൻഡ് നെഗ്ലക്റ്റിംഗ് ഹയർ ടേംസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ആൻഡ് കംപ്ലീറ്റ് എന്ത് ചെയ്യും? ബൈനോമിക്കലി എക്സ്പാൻഷൻ കൊടുക്കുന്നുണ്ട്. ദെൻ അതിന്റെ ഹയർ ടേംസ് എല്ലാം നെഗ്ലക്ട് ചെയ്യുന്നു. അങ്ങനെ ഇവിടെ നമുക്ക് ആകെ വരുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് ഈ 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ എന്ന് കിടന്നത് എന്തായിട്ട് മാറും? 1 പ്ലസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ എന്നായിട്ട് മാറും. ഇതെന്താണ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്നത്? ടൈം പീരീഡ് ആണ്. ഏതിന്റെ ടൈം പീരീഡ്? M2 പോയിട്ട് വരുന്ന ലൈറ്റ് റേസിന്റെ ടൈം പീരീഡ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഡിവൈഡ് ബൈ സി എന്ന് കിട്ടാം. ഇതാണ് ഒന്നാമത്തെ ഇക്വേഷൻ. ഓക്കെ. അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷൻ അവിടെ മാർക്ക് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ. ഇതാണ് ഒന്നാമത്തെ ഇക്വേഷൻ. ഇനി നമുക്ക് അടുത്ത കേസ് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ആ ഒരു വീഡിയോയിൽ കണ്ടതാണ്. അവിടെ എന്ത് സംഭവിച്ചു? ഇവിടെ നമുക്ക് ആ ഒരു നമ്മുടെ എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എർത്ത് മൂവ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഈതർ മീഡിയം മൂവ് ചെയ്യുന്നു എന്ന് വെച്ചോളൂ. എന്ത് സംഭവിച്ചാലും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? M2ന്റെ അല്ലെങ്കിൽ സോറി M1ന്റെ അതിലൊരു പാത്ത് ഡിഫറൻസ് ഫോം ചെയ്യുന്നു. കണ്ടോ? സ്ട്രെയിറ്റ് ലൈനിലല്ല എന്ത് ചെയ്യുന്നത്? തിരിച്ചു വന്ന് വീഴുന്നത്. അപ്പോൾ ഈതർ മീഡിയം ഇല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈനിൽ വന്ന് വീഴും. പക്ഷേ ഈതർ മീഡിയം ഉണ്ടെന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഓക്കെ. ഉണ്ടെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് ചെയ്യുന്നു? ഒരു പാത്തിലൊരു ഡീവിയേഷൻ കൊണ്ടുവന്നു. ഓക്കെ. അപ്പോൾ ഒരു പാത്തിലൊരു ഡീവിയേഷൻ കൊണ്ടുവന്നു. അപ്പോൾ പാത്തിൽ ഡീവിയേഷൻ വന്നത് കാരണം തന്നെ നമുക്ക് ടൈമിൽ അവിടെ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ അവിടെ നോക്കണം. ഓക്കെ. അപ്പോൾ അതിന്റെ ഒരു വെലോസിറ്റിയിൽ ടൈമിൽ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ നമ്മൾ അവിടെ എന്ത് ചെയ്യണം? അവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അടുത്ത നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്, എയിം എന്ന് പറയുന്നത്, നേരെ ഇനി എന്ത് ചെയ്യാം? M1ന്റെ കേസ് അല്ലെങ്കിൽ M1ലോട്ട് പോകുന്ന ലൈറ്റ് റേസിന് എന്ത് സംഭവിക്കും നമ്മൾ അവിടെ എന്ത് ചെയ്യണം? ഒന്ന് നോക്കണം. ഈ ഫിഗർ നോട്ട്സിൽ ക്ലിയർ ആണ്. ഇവിടെ ലൈൻസ് ഉണ്ട് കേട്ടോ. ഇങ്ങനെ ലൈൻസ് ഉണ്ട് ഇതിൽ. ഓക്കെ. അത് ട്രയാങ്കിൾ കംപ്ലീറ്റ് ആയിട്ട് എടുക്കുന്ന സമയത്ത് ട്രയാങ്കിൾ ആയിട്ട് മാറും.
അപ്പോൾ നമ്മൾ ഈ ഒരു നേരത്തെ ഒരു വീഡിയോ കണ്ട ആ ഒരു പാത്താണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഡീവിയേഷൻ വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അവിടുത്തെ കേസ് നമ്മൾ അവിടെ എന്ത് ചെയ്യണം? ഇനി അസ്യൂം ചെയ്ത് അല്ല ഡിറൈവ് ചെയ്ത് എടുക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു ഇതില് നമ്മൾ ശരിക്കും ഇത് ഇപ്പോ ഒന്നും മൂവ് ചെയ്തിട്ടില്ലെങ്കിൽ M1 എന്ന് പറയുന്നതിന്റെ പൊസിഷൻ ഇവിടെ ആയിരിക്കും. ഓക്കെ. M1 പൊസിഷൻ ഇവിടെ ആയിരിക്കും. ജിയിൽ നിന്ന് നേരെ M1ൽ പോകുന്നു, തിരിച്ചു വരുന്നു. ഓക്കെ. ഇങ്ങനെയാണ് എടുക്കേണ്ടത്. പക്ഷേ ഈതർ മീഡിയം മൂവ് ചെയ്തു അല്ലെങ്കിൽ നമ്മൾ എർത്ത് മൂവ് ചെയ്തു എന്ന് പറയുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം? അവിടെ നമ്മള് പാത്തിന്റെ ഒരു ഡീവിയേഷൻ നമ്മൾ അവിടെ എടുക്കേണ്ടി വരും. ഓക്കെ. ഡ്യൂ ടു ദ മോഷൻ ഓഫ് ദ എർത്ത് ദ പൊസിഷൻ ഓഫ് ദ M1 ഹാസ് ബീൻ ഷിഫ്റ്റഡ് ടു M1 ഡാഷ്. ഓക്കെ. അപ്പോൾ M1ൽ ഇരിക്കേണ്ട മിററിന്റെ പൊസിഷൻ എന്ത് ചെയ്തു? ഒന്ന് മൂവ് ചെയ്തു. കാരണം എന്താണ്? എർത്തിന്റെ മോഷൻ കാരണം. എർത്തിന്റെ മോഷൻ കൊണ്ട് എങ്ങനെ വരുന്നു എന്ന് അറിഞ്ഞിരിക്കുക. കാരണം നമ്മളവിടെ എന്ത് ചെയ്യുന്നു? ഈതർ മീഡിയത്തിന്റെ ബാക്കിൽ ഇരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഈതർ മീഡിയം ഇരിക്കുന്നതുകൊണ്ട് തന്നെ ലൈറ്റ് അതിൽ കൂടി മാത്രമേ പോകത്തുള്ളൂ ഇപ്പോൾ. ഈതർ മീഡിയത്തിൽ കൂടി മാത്രമേ ലൈറ്റ് ട്രാവൽ ചെയ്യത്തുള്ളൂ. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഞാൻ ഇവിടെ T1 എന്ന് പറയുന്ന ഒരു ടൈമാണ് എന്ത് ചെയ്യാൻ പോകുന്നത്? ഇവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ ഇതില് ഈ ഒരു ഫിഗർ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കാരണം എന്താണെന്ന് കാര്യം ക്ലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ഫിഗർ വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഇതായിരുന്നു ആദ്യത്തെ ഫിഗർ. അപ്പോൾ ഈ ഒരു ഫിഗറിൽ നിന്നാണ് എന്ത് ചെയ്തത്? ഈ ഒരു മീഡിയം അല്ലെങ്കിൽ നമ്മുടെ ഈ അപ്പാരസ് കംപ്ലീറ്റ് മൂവ് ചെയ്തപ്പോൾ ഇവിടെ ഈ M1 എന്നത് മിറർ ഇങ്ങോട്ടായിട്ട് മാറി. ഓക്കെ. M1 ഡാഷ് ആയിട്ട് മാറിയത്. ആൻഡ് ഇവിടെ നേരെ പോകുന്ന ലൈറ്റ് റേസ് മീഡിയം മൂവ് ചെയ്തല്ലോ. അപ്പോൾ എന്ത് ചെയ്യാം? ഈതറിന്റെ കൂടെ ഇങ്ങനെ പോയി ലൈറ്റ്. ഓക്കെ. പോയിട്ട് ഈതർ വീണ്ടും അങ്ങോട്ട് പോയി. അല്ലെങ്കിൽ എർത്ത് അങ്ങോട്ട് മൂവ് ചെയ്ത സമയത്ത് നേരെ എന്ത് ചെയ്തു? ഇങ്ങോട്ട് വന്നു. ഓക്കെ. അതായത് M2ലല്ല ഇവിടെ ഒരു ഗ്ലാസ് പ്ലേറ്റ് ഇങ്ങോട്ടായിട്ട് മാറി. ഗ്ലാസ് പ്ലേറ്റ് പൊസിഷൻ ഇങ്ങോട്ട് നീങ്ങും. ഓക്കെ. ഇങ്ങനെയാണ് എന്ത് ചെയ്തത്? അവിടെ നമുക്ക് വരുന്നത്. അപ്പോൾ ഇനി നേരെ എന്ത് ചെയ്യണം? നമുക്ക് ഈ ഒരു ഫിഗറിലോട്ട് വരാം. അപ്പോൾ ഈ ഒരു ഫിഗറിൽ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഈ ഒരു ഡിസ്റ്റൻസ് ആണ്. ഓക്കെ. ഈ ഒരു D എന്ന് പറയുന്ന ഡിസ്റ്റൻസ്. D നേരത്തെ നമ്മൾ എടുത്ത ആ ഒരു ഡിസ്റ്റൻസ് തന്നെ മിററും നമ്മൾ ആ ഒരു ഗ്ലാസ് പ്ലേറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഓക്കെ. ആൻഡ് ഇവിടെ വേറൊരു ഡിസ്റ്റൻസ് കൂടി വരുന്നുണ്ട്. കാരണം ഈ പൊസിഷൻ മാറിയോണ്ട് തന്നെ M1G എന്ന് പറയുന്ന ഇവിടെ ഒരു ഹൈപ്പോട്ടന്യൂസ് അല്ലെങ്കിൽ നമ്മൾ 2 റൈറ്റ് ആംഗിൾ ചേർത്ത് വെച്ചിരിക്കും പോലെ ഇരിക്കുന്നത്. കണ്ടോ? ഈ സെന്ററിൽ കൂടി നോക്കിക്കഴിഞ്ഞാൽ 2 റൈറ്റ് ആംഗിൾസ് ആണ്. കണ്ടോ? ഒരു റൈറ്റ് ആംഗിൾ, അടുത്തൊരു റൈറ്റ് ആംഗിൾ. കണ്ടോ? 2 റൈറ്റ് ആംഗിൾസ് ആണ് നമ്മൾ എന്ത് ചെയ്ത് ചേർത്ത് അവിടെ വച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഡിസ്റ്റൻസ് ആ ഒരു M1 ഡാഷ് G എന്ന് പറഞ്ഞിട്ടും M1 ഡാഷ് G ഡാഷ് എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ. സെൻട്രൽ ആ ഒരു ഡിസ്റ്റൻസ് ഞാൻ അവിടെ G എന്ന് എടുക്കുന്നുണ്ട്. സോറി D എന്ന് എടുക്കുന്നുണ്ട്. ഓക്കെ. ആൻഡ് ഇവിടുത്തെ ഈ ഒരു ഇതെന്ന് വെച്ചാൽ ഈ V ഇൻറ്റു T1 എന്ന് പറയുന്നത് നമുക്ക് അവിടെ നേരത്തെ നമ്മൾ പറഞ്ഞു സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഓക്കെ. ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പോൾ നമുക്ക് ശരിക്കും ഇവിടുത്തെ ഡിസ്റ്റൻസ് എത്രയാണെന്ന് നമുക്ക് അറിയത്തില്ല. ഓക്കെ. ഈ G മുതൽ G ഡാഷ് വരെ. G ഡാഷ് മീൻസ് മനസ്സിലായല്ലോ? ആ ഒരു അപ്പാരസ് നീങ്ങിയ സമയത്ത് ഉണ്ടായ ഒരു പൊസിഷനാണ് G ഡാഷ് എന്ന് പറയുന്നത്. അപ്പോൾ G മുതൽ G ഡാഷ് വരെയുള്ള ആ ഒരു ഡിസ്റ്റൻസ് എത്രയാണെന്ന് നമുക്ക് അവിടെ അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ഒരു ഇക്വേഷൻ യൂസ് ചെയ്ത് അവിടുത്തെ ഡിസ്റ്റൻസ് എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെ എടുത്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. സോ ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. ഓക്കെ. സ്പീഡ് ഇൻറ്റു ടൈം. അപ്പോൾ ഇവിടെ നമുക്ക് എടുക്കേണ്ടത് ഈ V വെലോസിറ്റി ആണ്. V വെലോസിറ്റി മീൻസ് നമ്മുടെ എർത്ത് ട്രാവൽ ചെയ്ത വെലോസിറ്റി. ഓക്കെ. എർത്തും അപ്പാരസും കൂടിയാണ് മൂവ് ചെയ്ത് പോകുന്നത്. ഓക്കെ. അപ്പോൾ ആ ഒരു എർത്ത് ട്രാവൽ ചെയ്ത വെലോസിറ്റിയാണ് ഞാൻ അവിടെ എന്ത് ചെയ്യുന്നത്? V എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ V ഇൻറ്റു T1 അവിടുത്തെ ടൈം പീരീഡ്. ഓക്കെ. അപ്പോൾ നമുക്ക് അവിടെ എന്ത് കിട്ടാം? ശരിക്കും കിടക്കുന്നത് ഡിസ്റ്റൻസിന്റെ ഡയമെൻഷനിലാണ് കിടക്കുന്നത്. ഡിസ്റ്റൻസ് ആണ്. അത് എന്തിന്റെ ഫോം എഴുതിയിട്ടുണ്ട്? വെലോസിറ്റിയുടെയും ടൈമിന്റെയും മൾട്ടിപ്പിൾ ആയിട്ട് ഞാൻ അവിടെ എഴുതിയിരിക്കുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ T1 എന്ന് പറയുന്ന ടൈമാണ് അവിടെ എടുക്കുന്നത്. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യണം? നമുക്കിവിടെ ഇനി ടോട്ടൽ ടൈം ഡിറ്റർമിൻ ചെയ്യണം. ഈ ഒരു ട്രാവൽ ചെയ്യുന്നിടത്ത് ടോട്ടൽ ടൈം. അപ്പോൾ ഞാൻ G ഇൻറ്റു M1 ഡാഷ് ഡിറ്റർമിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ. G ഇൻറ്റു M1 ഡാഷ്. G ഇൻറ്റു M1 ഡാഷ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് ആണ് കണ്ടോ? ഈ ഡിസ്റ്റൻസ്. G ഇൻറ്റു M1 ഡാഷ് എന്ന് പറയുന്നത് ഈ ഒരു ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ആ ഒരു ഡിസ്റ്റൻസ് എടുക്കാനും അത് നമുക്ക് ഡയറക്റ്റ് ഡിസ്റ്റൻസ് അറിയത്തില്ല. പക്ഷെ നമുക്ക് അറിയാം അവിടെ ട്രാവൽ ചെയ്ത ലൈറ്റ് ആണ്. ഓക്കെ. അപ്പോൾ ഈ Gയിൽ നിന്നും M1 ഡാഷിലോട്ട് ട്രാവൽ ചെയ്തത് എന്തായിരുന്നു? ലൈറ്റ് റേ ആണ്. അപ്പോൾ ലൈറ്റ് റേയുടെ വെലോസിറ്റി അറിയാം. അപ്പോൾ വെലോസിറ്റി അറിയാൻ ടൈം പീരീഡ് അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന രീതിയിൽ ഡിസ്റ്റൻസിനെ എഴുതാൻ പറ്റും. ഓക്കെ. അല്ലെങ്കിൽ സ്പീഡ് ഇൻറ്റു ടൈം എന്ന രീതിയിൽ ഡിസ്റ്റൻസിനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ G M1 ഡാഷിന്റെ വാല്യൂ ഞാൻ അവിടെ C T1 എന്ന് കൊടുക്കേണ്ട റീസൺ അതെന്താണ്? ബിക്കോസ് ഇറ്റ് ഈസ് എ ലൈറ്റ് റേ. ഓക്കെ. ലൈറ്റ് റേയുടെ വെലോസിറ്റി C ഇൻറ്റു T1 എന്ന് കൊടുത്തു. ഇനി അതേപോലെ തന്നെ അടുത്ത് G ഡാഷിന്റെ വാല്യൂ കണ്ടോ? ഈ ഒരു ഡിസ്റ്റൻസ് മനസ്സിലായല്ലോ? G ഡാഷ്. അപ്പോൾ അത് ഞാൻ എന്ത് കൊടുക്കുന്നു? V ഇൻറ്റു T1 കാരണം നമ്മുടെ ആ ഒരു എർത്തോ അല്ലെങ്കിൽ ആ മീഡിയം ട്രാവൽ ചെയ്ത് നമുക്ക് അവിടെ എടുക്കാം. അല്ലെങ്കിൽ എർത്ത് ട്രാവൽ ചെയ്തത്. ഓക്കെ. എർത്ത് മൂവ് ചെയ്ത വെലോസിറ്റി V വെലോസിറ്റി T1 ടൈം പീരീഡിൽ. അപ്പോൾ അങ്ങനെ ഞാൻ M1 ഡാഷിന്റെ വാല്യൂവും G ഡാഷിന്റെ വാല്യൂയും കൊടുത്തു. വിച്ച് ഈസ് ഈക്വൽ ടു V ഇൻറ്റു T1 ആണ്. ഇനി അടുത്ത് നമുക്ക് ഇനി എന്ത് ചെയ്യണം? ഇവിടുത്തെ ടോട്ടൽ ടൈം പീരീഡ് വേണം. ഓക്കെ. ദാറ്റ് ഈസ് ടോട്ടൽ ടൈം ടേക്കൺ ബൈ ദ റേ പ്രിസീഡിങ് ടുവേഴ്സ് M1 ആൻഡ് ബാക്ക് ടു ദ ഗ്ലാസ് പ്ലേറ്റ് G ഈസ് 2T1. അതായത് ഇവിടുന്ന് ലൈറ്റ് റേ M1ലോട്ട് പോയി. ഓക്കെ. ഇവിടെ ലൈറ്റ് M1ലോട്ട് പോകുന്നുണ്ട്. തിരിച്ച് എന്ത് ചെയ്യണം? അത് G ഡാഷിലോട്ട്
വരണം. ഓക്കെ. അപ്പോൾ അത് എന്ന് പറഞ്ഞാൽ ആ ഒരു ടൈമിൽ നമുക്ക് 2t1 എടുക്കാം. കാരണം ഇവിടുന്ന് ഇതുവരെ പോകാൻ എടുത്ത ടൈം പീരീഡ് t1 ഓക്കെ. കണ്ടോ ഇവിടെന്ന് ഇതുവരെ എടുക്കാൻ പോയ ടൈം പീരീഡ് പോയ ടൈം പീരീഡ് t1 അടുത്ത് അവിടുന്ന് ഇങ്ങോട്ട് വരാൻ എടുത്ത ടൈം പീരീഡ് എത്രയായിരിക്കും? അത് t1. അപ്പോൾ t1 പ്ലസ് t1 അങ്ങനെ എന്ത് ചെയ്തിട്ട് നമുക്ക് 2t1 വന്നത് കേട്ടോ. 2t1 എന്ന് വന്നിട്ടുണ്ട്. അതാണ് ടോട്ടൽ ടൈം പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത് ചെയ്യേണ്ടത് നമ്മളൊരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുവാണ്. അപ്പോൾ ആ ഫിഗർ ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ റഫായിട്ടൊന്ന് ഡ്രോ ചെയ്തിരിക്കുക സൈഡിൽ കേട്ടോ. ഇതാണ് നമ്മുടെ ഫിഗർ ആൻഡ് ഇതാണ് d എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആൻഡ് ഇത് g ആണ്, ഇത് g ഡാഷ് ആണ്. ഇവിടെ നമുക്ക് m1 ഡാഷ് ഉണ്ട്. ഓക്കെ, m1 ഡാഷ് ഉണ്ട്. ആൻഡ് ഇവിടുത്തെ ഡിസ്റ്റൻസ് എത്രയായിരുന്നു? ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ അറിയാം t1 ആണ് ആൻഡ് ഇവിടുത്തെ c ഇൻറ്റു t1 ആണ്. ഓക്കെ, ഇവിടത്തെയും c t1 ആയിരിക്കും. കാരണം രണ്ടും ലൈറ്റ് തന്നെയാണ്. ഇതാണ് നമുക്കിവിടെ കിട്ടിയത്. അപ്പോൾ നമ്മളൊരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നു. കൺസിഡറിങ് ട്രയാങ്കിൾ g ഡാഷ് m1 ഡാഷ്, അതായത് നമ്മൾ ഈ ഒരു കംപ്ലീറ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ ഈ കംപ്ലീറ്റ് ട്രയാങ്കിൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കൺസിഡർ ചെയ്യുന്നുണ്ട് കംപ്ലീറ്റ് ട്രയാങ്കിൾ. അപ്പോൾ കംപ്ലീറ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്തിട്ട് ഫ്രം ട്രയാങ്കിൾ g ഡാഷ് ആൻഡ് m1 ഡാഷ് വി ആർ ഗെറ്റിംഗ് m1 ഡാഷ് ഇസ് ഈക്വൽ ടു, അതായത് m1 ഡാഷ് എന്ന് പറയുന്നത് ഈ ഒരു ഹൈപ്പോട്ടന്യൂസ് ലെങ്ത് ആണ്. m1 ഡാഷ് എന്ന് പറയുന്നത് m1 ഡാഷ് ഉണ്ടോ, ഈ ലെങ്ത് ആണ് m1 ഡാഷ് വിച്ച് ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ട്രയാങ്കിൾ മാത്രം എടുത്താലേ നമുക്ക് അതിനെ റൈറ്റ് ആംഗിൾ ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. ഉണ്ടോ, ഈ ട്രയാങ്കിൾ മാത്രം ഞാനിപ്പോൾ യെല്ലോ കളർ ഹൈലൈറ്റ് കാണിച്ച് ചെയ്യുന്ന ഈ ഒരു ട്രയാങ്കിൾ എടുത്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിനെ റൈറ്റ് ആംഗിൾ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഈ ഒരു ലെങ്ത് ഇവിടെ താഴെ ഒന്ന് നോക്കുക. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ g ഡാഷിന്റെ കംപ്ലീറ്റ് ലെങ്ത് ആണ് v ഇൻറ്റു t1 എന്ന് പറയുന്നത്. ഓക്കെ, ഇത് കംപ്ലീറ്റ്. അപ്പോൾ ഇതിന്റെ ഹാഫ് ആണ് ഇവിടെ നമുക്ക് വേണ്ടത്. ഹാഫ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അത് v ഇൻറ്റു t1/2 ആയിരിക്കും. ഓക്കെ, v t1/2 ആയിരിക്കും. കാരണം ഇതിന്റെ ഹാഫ് ഓക്കെ പകുതി വരണുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഈ ഒരു പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് നമുക്ക് കിട്ടി. ഇതാണ് അതിന്റെ ബേസ് എന്ന് പറയുന്നത്. കണ്ടോ, ഇത്രയാണ് അതിന്റെ ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ ബേസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഇനി ഹൈറ്റ് എത്രയാണ് വന്നിട്ടുള്ളത്? ഹൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് അവിടെ d ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ദാറ്റ് ഈസ് g1 ഡാഷ് ഇസ് ഈക്വൽ ടു v t1/2 പ്ലസ് d സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് ഈ ലെങ്താണ് നമുക്ക് വേണ്ടത്. ഉണ്ടോ, ഇത് എത്രയാണ് നമുക്ക് ഡിറ്റർമിൻ ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ രണ്ടും എടുത്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? m1 ഡാഷ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് v ഇൻറ്റു t1/2 ഹോൾ സ്ക്വയർ പ്ലസ് d സ്ക്വയർ എന്നാണ് കിട്ടുന്നത്. ഇനി ഡിസ്റ്റൻസ് ട്രാവൽഡ്, കംപ്ലീറ്റ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് എത്രയും ചോദിച്ചാൽ എത്രയായിരിക്കും? കംപ്ലീറ്റ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് എത്രയും ചോദിക്കുന്ന സമയത്ത് ഈ ഒരു ലെങ്തിലെ കംപ്ലീറ്റ് ട്രാവൽ ചെയ്തത് c ഇൻറ്റു t1 ആണ്. ഓക്കെ, c ഇൻറ്റു t1 നമുക്ക് കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് സ്പീഡ് ഇൻറ്റു ടൈം. സ്പീഡ് ചേഞ്ച് ചെയ്യുന്ന സമയം നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് കിട്ടും. ദാറ്റ് ഈസ് അത് നമ്മൾ എടുക്കുമ്പോൾ 2 ടൈംസ് t1 ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത് അവിടെ കിട്ടുന്നത്. ഓക്കെ, 2 ടൈംസ് t1, c t1 ഇസ് ഈക്വൽ ടു 2 ടൈംസ് ഇൻറ്റു t1 വരും. അപ്പോൾ 2 ഇൻറ്റു t1 നമുക്ക് അവിടെ വരുന്നുണ്ട്. ദാറ്റ് ഈസ് 2 ഇൻറ്റു റൂട്ട് ഓഫ് ഈ ഒരു വാല്യൂലേ വരത്തുള്ളൂ. അതായത് നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? നമുക്ക് ഉണ്ടോ, നമ്മളിപ്പോൾ ആദ്യം കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന ഒരു ആം മാത്രമാണ്. അതായത് ഈ ഒരു സൈഡ് മാത്രമേ നമ്മൾ അവിടെ ഡിറ്റർമിൻ ചെയ്ത് വെച്ചിട്ടുള്ളൂ. പക്ഷേ ലൈറ്റ് ഇങ്ങനെ ട്രാവൽ ചെയ്തിട്ട് തിരിച്ച് എങ്ങനെയാണ് വന്നത്? ഈ ഡയറക്ഷനിൽ കൂടിയാണ് തിരിച്ചിറങ്ങിയത്. ഇങ്ങനെ പോയിട്ട് തിരിച്ച് ഈ ഒരു ഡയറക്ഷനിൽ കൂടിയാണ് തിരിച്ച് വന്നത്. അപ്പോൾ അത് 2 പ്രാവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എടുത്തത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഇത് ഈ g ഡാഷ് m1 ഡാഷ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് എടുക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു ലെങ്തും വേണം, അതേപോലെ തന്നെ ഈ ഒരു ലെങ്ത് നമുക്ക് അവിടെ വേണം. ഓക്കെ, അപ്പോൾ നമ്മൾ 2 ലെങ്തും എടുത്തു. 2 ലെങ്തും എടുത്തിട്ട് അത് CT1. ഓക്കെ, CT1 എന്ന അവിടെ ടോട്ടൽ ടൈം പീരീഡ്. CT1 ഇസ് ഈക്വൽ ടു ട്വൈസ് ഓഫ് ദ ഇത്. ഓക്കെ, 2 ഇൻറ്റു റൂട്ട് ഓഫ് ഈ ഒരു വാല്യൂ വരും. ഓക്കെ, 2 ഇൻറ്റു റൂട്ട് ഓഫ് v t1/2 ദ ഹോൾ സ്ക്വയർ പ്ലസ് d സ്ക്വയർ എന്നാണ് കിട്ടുന്നത്. ഇനി ഇത്രയും കഴിഞ്ഞ സമയം നമുക്ക് ഇനി എന്ത് ചെയ്യാം? ഈ ഒരു ഇക്വേഷൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിന്റെ സ്ക്വയർ എടുക്കാം. ഓക്കെ, അപ്പോൾ 2 സൈഡിൽ ഞാൻ സ്ക്വയർ എടുക്കുന്നു. സ്ക്വയർ എടുത്ത് ഇതിനകത്തുള്ള സ്ക്വയർ ഒക്കെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യുക. അപ്പോൾ സ്ക്വയർ എടുക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു 4 വരും. കാരണം 2 ആണ്. കണ്ടോ, ഇവിടെ സ്ക്വയർ എടുത്തു, ഇവിടെ 2 സ്ക്വയർ വരും. ഇവിടെ സ്ക്വയർ എടുക്കുന്ന സമയത്ത് ഈ റൂട്ട് അങ്ങ് മാറും. ദെൻ v സ്ക്വയർ t1 സ്ക്വയർ ഡിവൈഡ് ബൈ 4 സ്ക്വയർ വരും. ഓക്കെ, ആൻഡ് ഇവിടെ ഒരു 4 മൾട്ടിപ്ലൈ ചെയ്യുന്നു. കോമൺ ആയിട്ട് ഒരു 4 ഉണ്ട്. ഓക്കെ, അങ്ങനെ ഈ ഒരു 4ഉം ഡിനോമിനേറ്ററിൽ 4 ഞാൻ അവിടെ ക്യാൻസൽ ചെയ്യുന്നു. ഇനി ഇത്രയും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്യാൻസൽ ചെയ്തതിന് ശേഷം ബാക്കി നമുക്ക് ഇത്ര മാത്രമേ അവിടെ വരത്തുള്ളൂ. ദാറ്റ് ഈസ് c t1 സ്ക്വയർ is equal to v സ്ക്വയർ t1 സ്ക്വയർ പ്ലസ് 4d സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ഇതെല്ലാം സിംപ്ലിഫൈ ചെയ്തിരിക്കുന്ന സ്റ്റെപ്പ് വേറെ ചെയ്യില്ല. 4ഉം 4ഉം ക്യാൻസൽ ചെയ്തു, ബാക്കിയെല്ലാം അതുപോലെ എഴുതിയിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഇവിടെ c ഇൻറ്റു t1 ആണ്, ഇവിടെ v സ്ക്വയർ ഇൻറ്റു t1 ഉണ്ട്. ഓക്കെ, അതായത് ഇവിടെ c സ്ക്വയർ t1 സ്ക്വയർ, ഇവിടെ v സ്ക്വയർ t1 സ്ക്വയർ. അപ്പോൾ t1ന്റെ കോഎഫിഷ്യൻസ് എല്ലാം എന്ത് ചെയ്യാം? ഇപ്പുറത്തോട്ട് കൊണ്ടുവരാം. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു? t1ന്റെ ടേംസ് എല്ലാം ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു. അങ്ങനെ അതിനെ c സ്ക്വയർ, ഇവിടെ പ്ലസ് അല്ലേ, ഇവിടെ വരുന്ന സമയത്ത് എന്തായിട്ട് മാറും? അത് മൈനസ് ആയിട്ട് മാറും.
അങ്ങനെ സി സ്ക്വയർ മൈനസ് വി സ്ക്വയർ ഇൻറ്റു T1 സ്ക്വയറിനാക്കി വിച്ച് ഈസ് ഈക്വൽ ടു 4D സ്ക്വയർ ആണ്. ഓക്കെ 4D സ്ക്വയർ. അപ്പോൾ നമുക്ക് എന്താ ഡിറ്റർമിൻ ചെയ്യുന്നത്? നമുക്കിവിടെ ടൈം ആണ് ആവശ്യം. ഓക്കെ എത്ര സമയം എടുത്താണ് ലൈറ്റ് ഇങ്ങോട്ട് എത്തുന്നത് നമുക്കിവിടെ അറിയണം. അപ്പോൾ നമ്മളവിടെ ടൈം കൊടുത്തു. ടൈം കണ്ടുപിടിക്കാനായിട്ട് T1 സ്ക്വയർ മാത്രം ഇവിടെ ഇട്ടതിന് ശേഷം ബാക്കിയെല്ലാം എന്ത് ചെയ്തു? റൈറ്റ് സൈഡിലോട്ട് റിമൂവ് ചെയ്തു. ദെൻ 2D ഡിവൈഡ് ബൈ C ഇൻറ്റു 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ ഹോൾ റൈസ് ടു 1/2 എന്ന് ഇട്ടാൽ and T1 is equal to 2D into 1 minus B square by C square whole raised to minus 1 by C എന്ന് കിട്ടും. ഓക്കെ ഇനി ഇതിനെ എന്ത് ചെയ്യാം? നമുക്ക് ബൈനോമിക്കലി എക്സ്പാൻഷൻ ചെയ്യാം. ഹയർ ടേംസ് എല്ലാം ഇവിടെ നമ്മൾ നെഗ്ലക്ട് ചെയ്തു. അങ്ങനെ ഇവിടുത്തെ ഈ മൈനസ് എല്ലാം മാറി ഇത് പ്ലസ് ആയിട്ട് മാറി. ദെൻ T1 is equal to 2D into 1 plus B square by 2C square by C എന്നാണ് കിട്ടുന്നത്. ഇതാണ് ഇക്വേഷൻ നമ്പർ 2 എന്ന് പറയുന്നത്. അതായത് M1 മിററിൽ നിന്നും തട്ടിയിട്ട് തിരിച്ചു വന്ന ലൈറ്റിന്റെ ടൈം പീരീഡ് ആണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അപ്പോൾ നമ്മൾ ഈ രണ്ട് ഇക്വേഷൻസും കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു കാര്യം കിട്ടുന്നത് T1ന്റെ വാല്യൂ വിച്ച് ഇസ് ലെസ് ദാൻ T ആണ്. ഓക്കെ ടിയെക്കാട്ടിയും കുറവാണ് T1ന്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അത് ഈ ഒരു ഇക്വേഷൻ ബേസ് ചെയ്ത് നോക്കാം. കാരണം B എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ദ എർത്തും C എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ലൈറ്റും ആണ്. രണ്ടും കമ്പയർ ചെയ്ത് നമ്മൾ നോക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ഇക്വേഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതിന്റെ വാല്യൂസ് എടുക്കുന്ന സമയം നമുക്കിവിടെ കിട്ടുന്ന ഒരു വാല്യൂ ആണ് T1 ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ദ E ആയിരിക്കും. ഓക്കെ മറ്റേ ടൈം പീരീഡ് കുറവായിരിക്കും പോയിട്ട് ആ ഒരു മീഡിയത്തിന്റെ സ്പീഡൊക്കെ ഡിറ്റർമിൻ ചെയ്തിരിക്കും. ഓക്കെ അത് കിട്ടുന്നുണ്ട്. ആൻഡ് ഇവിടുത്തെ ഡെൽറ്റ ടി എന്ന് പറയുന്നത് അതായത് രണ്ട് ടൈം പീരീഡ് കിട്ടി. M1 മിററിൽ പോയിട്ട് വരേണ്ട ടൈം പീരീഡും കിട്ടി, M2 മിററിൽ പോയിട്ട് വരേണ്ട ടൈം പീരീഡും കിട്ടി. അപ്പോൾ ഈ രണ്ടിന്റെയും ഡിഫറൻസ് ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? T മൈനസ് T1 ആയിരിക്കും നമുക്ക് അവിടെ ഡെൽറ്റ ടിയുടെ വാല്യൂ കിട്ടുന്നത്. ആൻഡ് ടിയുടെ വാല്യൂ T1ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ നമുക്ക് അവിടെ ഡെൽറ്റ ടിയുടെ വാല്യൂ കിട്ടും. ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു ഇത് വേറെ ഒന്നുമില്ല കേട്ടോ. നമ്മൾ ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്തെടുത്ത സ്റ്റെപ്പാണ്. ഓക്കെ ഒന്ന് അകത്തോട് ടേംസ് കൊടുക്കുന്ന സമയത്ത് ക്യാൻസൽ ചെയ്യും. 2D 2D ക്യാൻസൽ ആവും. ബാക്കി വരുന്നുണ്ട്. ദെൻ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു ഡി വി സ്ക്വയർ ബൈ സി ക്യൂബ് എന്നാണ് കിട്ടുന്നത്. ഓക്കെ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു ഡി വി സ്ക്വയർ ബൈ സി ക്യൂബ്. അപ്പോൾ ഇവിടെ കിട്ടിയ ഈ ഒരു ടൈം ഡിഫറൻസ് നമുക്കുണ്ട്. ഓക്കെ സി ഡി ടി എന്ന് പറയുന്ന ഈ ഒരു ടൈം ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഈ ടൈം ഡിഫറൻസ് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഒരു ഫ്രിഞ്ച് ഷിഫ്റ്റ്. ഓക്കെ അപ്പോൾ നമുക്ക് രണ്ട് പ്രാവശ്യം നമ്മൾ നോക്കുമ്പോൾ നേരെ വെച്ച് നോക്കുമ്പോഴും മൂവ് ചെയ്തുകൊണ്ട് നോക്കുന്ന സമയത്ത് നമുക്ക് കിട്ടേണ്ട ആ ഒരു ടൈം ഡിഫറൻസ് നമുക്ക് എന്ത് ചെയ്യുന്നത്? അവിടെ ഫ്രിഞ്ച് ഷിഫ്റ്റ് അല്ലെങ്കിൽ പാത്ത് ഡിഫറൻസ് ആയിട്ട് നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം സയന്റിസ്റ്റുമാർ എന്ത് ചെയ്തു? ഇങ്ങനെ ഒബ്സർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കിട്ടും എന്നാണ് അസ്യൂം ചെയ്ത് വെച്ചിരുന്നത്. ഇനി ഇവർ ഒരു കാര്യം കൂടി ചെയ്തു. ഈ ഒരു അപ്പാരറ്റസിനെ ഓക്കെ അത് ഞാൻ നോട്ട്സിൽ പ്രത്യേകിച്ച് മെൻഷൻ ചെയ്തിട്ടില്ല. ഒരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട്. ഈ അപ്പാരറ്റസിനെ കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്തു. ഓക്കെ ഈ അപ്പാരറ്റസ് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്തു. അതായത് മിറർ M1 ഇരുന്ന സ്ഥാനത്ത് മിറർ M2 ഇരുന്ന സ്ഥലത്ത് M1നെയും M1 ഇരുന്ന പോലെ ആ ഒരു പൊസിഷനിൽ പെർപെൻഡിക്കുലർ ആയിട്ട് M2നെയും പ്ലേസ് ചെയ്തു. ഓക്കെ ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്താ. റൊട്ടേറ്റ് ചെയ്തിട്ട് ഇവർ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്ത് നോക്കി. അപ്പോൾ ഇവര് ഈ അസംപ്ഷൻ ചെയ്ത് വെച്ചത് എന്താണ്? നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഫ്രിഞ്ച് ഷിഫ്റ്റ് ഉണ്ടാകും. കാരണം ഈതർ എന്ന മീഡിയം ഉണ്ട്. ഫ്രിഞ്ച് ഷിഫ്റ്റ് ഉണ്ടാവും. ഫ്രിഞ്ചിൽ വേരിയേഷൻ വരും. അപ്പോൾ അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഈതർ ഉണ്ടെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. പക്ഷേ എക്സ്പെരിമെന്റലി ചെയ്തപ്പോൾ ഈ അപ്പാരറ്റസ് എല്ലാം അറേഞ്ച് ചെയ്ത് ഇവരെന്ത് ചെയ്തു? എക്സ്പെരിമെന്റലി ഈ ഒരു പ്രൊസീജിയർ ചെയ്തു. നിങ്ങൾ ലാബിൽ പ്രാക്ടിക്കൽ ചെയ്യുന്ന പോലെ ഇവർ എന്ത് ചെയ്തു? ലാബിൽ പോയി നിന്നിട്ട് ഈ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തു. പക്ഷെ കണ്ടക്ട് ചെയ്ത് നോക്കിയ സമയത്ത് ഇവർക്ക് കിട്ടിയ ഒരു റിസൾട്ട് ആണ് അവിടെ എന്താണ്? അവിടെ ഫ്രിഞ്ച് ഷിഫ്റ്റും ഇല്ല, ഒന്നുമില്ല. നമ്മൾ എങ്ങനെ ഈ അപ്പാരറ്റസിനെ തിരിച്ചു വെച്ചാലും നൂത്ത് വെച്ചാലും നമുക്ക് എന്തേ കിട്ടുന്നുള്ളൂ? ഒറ്റ ഫ്രിഞ്ചേ അവിടെ കിട്ടുന്നുള്ളൂ. ഓക്കെ ഈ ഫ്രിഞ്ച് ഷിഫ്റ്റ് തീരെയും ചെറിയൊരു വാല്യൂ ആണ്. അത് നമുക്ക് ഹൈ റെസൊല്യൂഷൻ ടെലസ്കോപ്പിൽ കൂടി ഒബ്സർവ് ചെയ്യാനും പറ്റുള്ളൂ. പക്ഷെ നമ്മൾ അത്രയും റെസൊല്യൂഷൻ ഉള്ള ഡിറ്റക്ടേഴ്സ് യൂസ് ചെയ്തിട്ടും അവർക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല? ഇങ്ങനെ ഒരു ഫ്രിഞ്ച് ഷിഫ്റ്റ് ഉള്ളതായിട്ട് കാണാൻ പറ്റിയിട്ടില്ല. അതിന്റെ റീസൺ എന്താണ്? ഈ വരുന്ന ഒരു മീഡിയം ഇല്ല. അപ്പോൾ ഇല്ലാത്തൊരു സാധനത്തെ വെച്ചോണ്ടാ ഡെറിവേഷൻ മൊത്തം ചെയ്തത്. ഓക്കെ അപ്പോൾ ഇല്ലാത്തൊരു സാധനം വെച്ച് ഡെറിവേഷൻ ചെയ്ത് അങ്ങനെ വരും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് പക്ഷെ മീഡിയം ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അങ്ങനെ ഒരു മീഡിയം ഉണ്ടെങ്കിൽ മാത്രമേ ലൈറ്റിന്റെ പാത്തിനെ എന്ത് ചെയ്യുന്നുള്ളൂ? അത് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ കിട്ടിയൊരു റിസൾട്ടാണ് നെഗറ്റീവ് റിസൾട്ട് എന്ത് ചെയ്തത്? അവർക്ക് അവിടെ ഒബ്റ്റെയിൻ ചെയ്തത്. ഓക്കെ അത് നെഗറ്റീവ് റിസൾട്ട് എന്നാണ് പറയുന്നത് അതിനെ തന്നെ. കാരണം അവര് അസ്യൂം ചെയ്ത് അല്ലെങ്കിൽ അവർ കിട്ടുമെന്നൊരു പ്രതീക്ഷിച്ചിരുന്ന ഒരു റിസൾട്ടാണ്. പക്ഷെ ഇവിടെ വന്നത് എന്താണ്? എൻറ്റയർലി ഡിഫറന്റ് ആയിട്ടുള്ള റിസൾട്ടാണ്. ഓക്കെ അപ്പോൾ അതൊരിക്കൽ അവർ നോക്കിയപ്പോൾ ഫസ്റ്റ് ഒബ്സർവ് ചെയ്ത സമയത്ത് ഈ ഒരു രീതിക്ക് അറേഞ്ച് ചെയ്ത് വെച്ചിരുന്നത്. ഞാൻ ഫസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത പോലെ. മിറർ M1 ഈ ഒരു പൊസിഷനിലും M2 ഈ പൊസിഷനിലും. അപ്പോൾ അവർ വിചാരിച്ചു ഇനി മിറർ തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് വന്നാലോ അല്ലെങ്കിൽ നമ്മളൊന്ന് നമ്മളെ എക്സ്പെരിമെന്റ് ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ആണോ എന്ന് വെച്ചാൽ എന്ത് ചെയ്തു? സെക്കൻഡ് ട്രയൽ എടുത്തു. നമ്മൾ പ്രാക്ടിക്കൽ അങ്ങനെയല്ലേ ചെയ്യുന്നത്? ആദ്യം ഒരു ട്രയൽ എടുത്ത് നോക്കും. അടുത്ത ട്രയൽ എടുത്ത് നോക്കും. അപ്പോൾ അതേപോലെ തന്നെ ഇവരും എന്താ ചെയ്തു? ഇവര് ഈ അപ്പാരറ്റസിനെ മൊത്തത്തിൽ ഒന്ന് തിരിച്ചു വെച്ച് നോക്കി. ഇനി തിരിച്ചു വെച്ചാൽ എങ്ങാനും സംഭവിച്ചാലോ അല്ലെങ്കിൽ കിട്ടിയാലോ എന്ന് വെച്ചിട്ട് എന്ത് ചെയ്തു? തിരിച്ചു വെച്ച് നോക്കി. പക്ഷെ തിരിച്ചു വെച്ച സമയത്ത് എന്താ സംഭവിച്ചത്? ഒരു മാറ്റവും വന്നില്ല. നേരത്തെ കിട്ടിയ ഫ്രിഞ്ച് എങ്ങനെയാണോ അത് തന്നെ കിട്ടി. അവിടെ ഡീവിയേഷൻ ഒന്നും എന്ത് ചെയ്തിട്ടില്ല? ഒബ്സർവ് ചെയ്തിട്ടില്ല. പാത്ത് ഡിഫറൻസ് ഒന്നും ഒബ്സർവ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് വെച്ചുകൊണ്ട് ഇവർ അസ്യൂം ചെയ്തു എന്താണ്? അങ്ങനെ ഈതർ എന്നൊരു മീഡിയം അവിടെ ഇല്ല എന്ന് എന്ത് ചെയ്തു? പ്രൂവ് ചെയ്തു. ഓക്കെ ശരിക്കും ഉണ്ട് എന്നുള്ള പ്രൂഫിന് വേണ്ടി എടുത്ത ഒരു എക്സ്പെരിമെന്റ് ആയിരുന്നു. പക്ഷെ അവസാനം എന്ത് ചെയ്യേണ്ടി വന്നു? ഈതർ എന്നൊരു മീഡിയം ഇല്ല
എന്ന് പറയേണ്ടി വരുന്നു. അപ്പോൾ സ്പീഡ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? സ്പീഡ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ കോൺസ്റ്റന്റ് ആണ്. അത് എവിടെ കൂടിയായാലും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അല്ലെങ്കിൽ മീഡിയത്തിനെ എന്ത് ചെയ്യുന്നില്ല? ഡിപെൻഡ് ചെയ്യുന്നില്ല എന്ന് അവിടെ പ്രൂവ് ചെയ്യാൻ സാധിച്ചു. ഓക്കെ. അപ്പോൾ ഇതാണ് മൈക്കൽസൺ മോർലെ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പല രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. എന്ത് ചോദിച്ചാലും ഈ നോട്ടിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യവും എഴുതി വെക്കുക. അത് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ആദ്യം എയിം ഓഫ് ദി എക്സ്പെരിമെന്റ്, ദെൻ പ്രൊസീജിയർ, ദെൻ ലാസ്റ്റ് റിസൾട്ട്. അങ്ങനെ എഴുതുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് വരുന്നത്. ഓക്കെ. ഇത് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതില് 15 മാർക്ക് എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് പലപ്പോഴും ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് മൈക്കൽസൺ മോഡൽ എക്സ്പെരിമെന്റ് 2022, 21, 2020. ഓക്കെ. 3 തവണ ചോദിച്ചു. 3 തവണ അല്ല ഇതിന് മുൻപ്. കാരണം 2020ന് മുൻപുള്ള സിലബസ് എന്ന് പറയുന്നത് 16 സിലബസ് ആണ്. 2016 അഡ്മിഷൻ അങ്ങനെ എന്ന് പറഞ്ഞിട്ടുള്ള സിലബസ് ആണ്. അപ്പോൾ അവർക്ക് ക്ലാസിക്കൽ മെക്കാനിക്സ് S4-ലല്ല വേറെ ഏതോ സെമ്മിലാണ് അവർക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സമയത്തും എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഏകദേശം 2015 ക്വസ്റ്റ്യൻ നോക്കിയാലും സെം ഏതാന്ന് ഓർക്കുന്നില്ല. വേറെ ഏതോ സെമ്മിലാണ് വരുന്നത്. പക്ഷെ ആ ഒരു ഇതിലും ക്ലാസിക്കൽ മെക്കാനിക്സ് ആണ് പേപ്പർ എങ്കിൽ അവിടെ കറക്റ്റ് ആയിട്ട് ഈ മൈക്കൽസൺ മോഡൽ എക്സ്പെരിമെന്റ് ഉണ്ട്. അത് നിങ്ങളുടെ ഈ യൂണിവേഴ്സിറ്റി മാത്രമല്ല ഏത് ഇത് നോക്കിയാലും ക്ലാസിക്കൽ മെക്കാനിക്സ് ഉണ്ടോ, റിലേറ്റിവിസ്റ്റിക് മെക്കാനിക്സ് ഉണ്ടോ അവിടെ കറക്റ്റ് ആയിട്ട് മൈക്കൽസൺ മോഡൽ എക്സ്പെരിമെന്റ് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണും. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതിപ്പോ ഇവര് ഇത് കോവിഡ് ടൈമിൽ ഇറക്കിയ ക്വസ്റ്റ്യനിൽ എന്തുള്ളതാണ്. പക്ഷെ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ കോവിഡ് ടൈം ആണോ 2022 ആണോ എനിക്കറിയത്തില്ല. ഓക്കെ. 3 സ്റ്റെപ്പായിട്ടാണ് അവര് മാർക്ക് ഇട്ടിരിക്കുന്നത്. ഇതിന് 5 മാർക്ക്. എക്സ്പെരിമെന്റൽ സെറ്റപ്പ് ആൻഡ് ഒബ്ജക്റ്റീവ് ഓഫ് ദി എക്സ്പെരിമെന്റ് 5 മാർക്ക്. എക്സ്പെരിമെന്റ് 5 മാർക്ക്. റിസൾട്ട് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ 5 മാർക്ക്. ഇതിപ്പോ അവര് ക്വസ്റ്റ്യനിൽ തന്നെ എ, ബി, സി എന്ന് പാർട്ടായിട്ട് തന്നിട്ടുണ്ട്. പക്ഷെ അവര് അടുത്ത് തരുന്ന ചില സമയത്ത് തരുന്നതിൽ ഇവിടെ തന്നെ ഞാൻ വേറെ എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു. കണ്ടോ? ബ്രീഫ്ലി എക്സ്പ്ലെയിൻ അബൌട്ട് ദി മൈക്കൽസൺ മോഡൽ എക്സ്പെരിമെന്റ് സിഗ്നിഫിക്കൻസ് ഓഫ് നെഗറ്റീവ് റിസൾട്ട് ആൻഡ് മെൻഷൻ ഇൻ ആപ്ലിക്കേഷൻ. അപ്പോൾ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഇതിൽ 21 ചോയ്സാണ്. അപ്പോൾ ഇങ്ങനെ ചോദിച്ചാലും എഴുതേണ്ടത് എന്താണ്? ഈ 3 സ്റ്റെപ്പായിട്ട് തന്നെ എഴുതി വെക്കുക. ഓക്കെ. അതായത് എക്സ്പെരിമെന്റ് സെറ്റപ്പ് എന്താണ്? ഒബ്ജക്റ്റീവ് ഓഫ് ദി എക്സ്പെരിമെന്റ് എന്താണ്? എക്സ്പെരിമെന്റ് എങ്ങനെയാണ് ചെയ്തത്? ദെൻ അതിന്റെ റിസൾട്ട് എന്താണ്? അതിന്റെ ഇന്റർപ്രിട്ടേഷൻ എന്താണ്? ഇന്റർപ്രിട്ടേഷൻ മീൻസ് നമുക്ക് അതിൽ നിന്ന് എന്തൊക്കെ മനസ്സിലാക്കാൻ പറ്റി? അതാണ് ഇന്റർപ്രിട്ടേഷൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആൻസർ എഴുതുമ്പോൾ എന്ത് ചെയ്യണം? ഈ ഒരു രീതിക്ക് തന്നെ ഫോളോ ചെയ്യണം. ക്വസ്റ്റ്യൻ ഇപ്പോൾ എക്സ്പ്ലെയിൻ മൈക്കൽസൺ മോഡൽ എക്സ്പെരിമെന്റ് എന്ന് മാത്രമായിരിക്കും. അല്ലെങ്കിൽ വാട്ട് ഈസ് മീൻ ബൈ മൈക്കൽസൺ മോഡൽ എക്സ്പെരിമെന്റ് ഇങ്ങനെയൊക്കെയായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. എസ്എ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ചോദിക്കുമ്പോൾ നിങ്ങൾ ആൻസർ എഴുതേണ്ടത് എപ്പോഴും എങ്ങനെയാണ്? 3 രീതിയിൽ അല്ലെങ്കിൽ 3 സ്റ്റെപ്പായിട്ട് ഇതുപോലെ എന്ത് ചെയ്യണം? എക്സ്പെരിമെന്റ് സെറ്റപ്പ് ഒബ്ജക്റ്റീവ്, എക്സ്പെരിമെന്റ്, റിസൾട്ട് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ. ഈ ഒരു രീതിക്ക് തന്നെ എന്ത് ചെയ്യുക? ആൻസർ എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ അവര് ഇതിനൊരു 5 മാർക്ക്, അടുത്തതിന് 5 മാർക്ക്, അടുത്തതിന് 5 മാർക്ക് അങ്ങനെ 15 മാർക്ക് തരും. ഓക്കെ. അല്ലെങ്കിൽ 14, 13 മാർക്കെങ്കിലും കിട്ടും. അത് കറക്റ്റ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ. ഓക്കെ. അല്ല ഇപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയല്ല ചോദിച്ചത്. എക്സ്പെരിമെന്റ് മാത്രമല്ലേ ചോദിച്ചുള്ളൂ. എക്സ്പ്ലെയിൻ അബൌട്ട് മൈക്രോസോഫ്റ്റ് മോഡൽ. അപ്പോൾ ഫിഗർ വരയ്ക്കണം അങ്ങനെയൊക്കെ ഡൗട്ട് വന്നു. ഫിഗറൊക്കെ വരയ്ക്കണം. അതുപോലെ തന്നെ എന്താണ് നടത്തിയത്? എന്തുകൊണ്ട് അത് ചെയ്യേണ്ടി വന്നു? അല്ലെങ്കിൽ എന്തിന് വേണ്ടിയിട്ടാണ് ചെയ്തത്? ലാസ്റ്റ് അതിന്റെ റിസൾട്ട് എന്തായിരുന്നു? ഇതെല്ലാം എന്ത് ചെയ്യുക? അവിടെ കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്യുക. ഓക്കെ. അപ്പോൾ ബാക്കി ക്വസ്റ്റ്യൻ നമുക്ക് ക്ലാസ് കംപ്ലീറ്റ് ആവുന്ന സമയത്ത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഞാൻ ബാക്കി പ്രോബ്ലം സെക്ഷനും അതുപോലെ തന്നെ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് അതുകൂടി ഞാൻ ഇതുപോലെ എഴുതിയിട്ട് സെൻഡ് ചെയ്യാം. പ്രോബ്ലം ഞാൻ സോൾവ് ചെയ്ത് കൂടി അയച്ചു തരാം കേട്ടോ. നോക്കാം അപ്പോഴത്. അത് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് ബാക്കി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ.